കളഞ്ഞു പോയെങ്കിൽ ഞാൻ നോക്കി എടുത്തോളാം. സാറിന്റെ സഹായം വേണ്ട. കളഞ്ഞു പോയി. സോറി. ഇവിടെ നിൽക്കുക. ഞാനൊരു എഴുതാപാതയാ. എന്നെ മാനം കെടുത്തി തോൽപ്പിക്കാന്നുള്ള ആശം മനസ്സിൽ വെച്ചേക്കും. ഇനി എന്ത് വന്നാലും ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. നിങ്ങൾക്ക് തറവാട്ട് വക സ്വത്ത് കിട്ടിയ എന്റെ വീട്. എന്റെ അച്ഛൻ ആർട്ടി ഓഫീസിൽ ക്ലർക്കായിരുന്ന സമയത്ത് എന്റെ കുന്തായാലും ശരി. താനല്ലേ പറഞ്ഞത് കേസ് കൊടുക്കുന്നു? എനിക്ക് കേസ് കൊടുക്കാൻ മനസ്സില്ല. എല്ലാത്തിനും കണ്ടക്ടറിന്റെ വിലക്കാരനാ. ബസ്സിനകത്താണോ ഗുസ്തി? താൻ പോണോ? ഒരു ഹൗസ് ഓണറിന്റെ പ്രോഗ്രാം ഇയാളെന്നെ ഉപദ്രവിക്കുന്നു. ആഹാ, കണ്ടക്ടറെ വണ്ടി എടുത്ത് ഇലവിലാതി പിടിച്ച് പുറത്തേക്ക്. നിന്റെ മറ്റൊരാളോ? സാർ, ഞാനേ രാജേന്ദ്ര റാസ്കൽ നടുറോട്ടിലാണോടാ തല്ലുമകളും? എടാ രാജേന്ദ്ര, കേരള ജീപ്പില്. നിനക്ക് എന്നെ മനസ്സിലായില്ലടാ. എടാ നമ്മൾ SME സ്കൂളിൽ ഒന്നിച്ചാ. ഇറങ്ങി വരണം. സ്റ്റേഷനിലേക്ക് പോയിക്കോളൂ, ഞാൻ വന്നേക്കാം. വരണം. വരൂ. നടുറോട്ട് കിടന്ന് തല്ലുണ്ടാക്കിയതിനുള്ള ശിക്ഷ എന്താണെന്ന് അറിയാമോ? 10 കൊല്ലം ഒരുമിച്ച് പഠിച്ച കൂട്ടുകാരൻ പരിചയഭാവം പോലും കാണിക്കാത്തതിനേക്കാളും വലിയ ശിക്ഷ ഉണ്ടോ? പരിചയഭാവം കാണിക്കാൻ പറ്റിയ ഒരു ചുറ്റുപാടിലല്ലോ നിന്നെ ഞാൻ കണ്ടത്. പരിചയമില്ലാത്ത ആളായിരുന്നെങ്കിൽ അപ്പൊ തന്നെ എന്റെ കൈയിന്റെ ചൂട് നീ അറിഞ്ഞേനെ. ഇന്ന ഇപ്പൊ തല്ലടാ അല്ലേ? വർഷങ്ങൾക്ക് ശേഷം ആദ്യമായി കണ്ടപ്പം നീ എന്നെ റാസ്കൽ എന്ന് വിളിച്ചതിനേക്കാളും വലിയ ചൂടൊന്നുമില്ലല്ലോ നിന്റെ തല്ലിന്. ഗോപാലകൃഷ്ണ, ഞാൻ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. എന്നുവെച്ചാൽ മനുഷ്യത്വം ഇല്ലാത്തവനെന്ന് അർത്ഥമുണ്ടോ? ഉണ്ട്. എനിക്ക് മനുഷ്യത്വത്തെക്കാൾ പ്രധാനം സത്യവും നീതിയുമാണ്. ഈ കാക്കിക്കുപ്പായത്തോട് എനിക്ക് വലിയ കടപ്പാടുണ്ടടാ. വായിരിക്ക്. വേണ്ട, ഞാൻ പോവാ. വീണ്ടും നീ എന്നെ റാസ്കൽ എന്ന് വിളിക്കുന്നതിന് മുമ്പ് ഞാൻ പോവാ. ഇരിക്കാൻ പറഞ്ഞത് SI അല്ല, നിന്റെ പഴയ സതീർത്ഥൻ രാജേന്ദ്രനാണ്. ഒരാളെ തന്നെ 2 ആളായി കാണാനുള്ള വിദ്യയൊന്നും എനിക്ക് വശമില്ല. വായിരിക്ക്. ഇരിക്കാൻ. കൊട്ടപ്പള്ളി സുലൈമാൻ എന്നൊരാളെ കേട്ടിട്ടുണ്ടോ? ഇല്ല. നഗരത്തെ കിടുകിടാ വറപ്പിച്ചിരുന്ന ഒരു ഗുണ്ട, ഘനഗംഭീരൻ, അഭ്യാസി, ഇവിടുത്തെ പണച്ചാക്കുകളുടെ കൊടാലിക്കൈ, രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഇഷ്ടതോഴൻ. ചാർജ് എടുത്തതിന്റെ 3-ാം ദിവസം ഐതിഹാസികമായ ഒരു സംഘടനത്തിലൂടെ ഞാൻ അവനെ തറപറ്റിച്ചു. അവിടുന്ന് അങ്ങോട്ട് എന്റെ ജൈത്രയാത്രയായിരുന്നു. എലിമെന്ററി സ്കൂളിൽ മൂക്കളി ഒലിപ്പിച്ച് നടന്നിരുന്ന ആ പഴയ എല്ലുന്ത്യ രാജേന്ദ്രനിൽ നിന്നും ഈ നിൽക്കുന്ന SI രാജേന്ദ്രനിലേക്കുള്ള പ്രയാണം സംഭവ ബഹുലമായിരുന്നു. എനിക്കിന്ന് മൃദുല വികാരങ്ങളില്ല, മനുഷ്യത്വം തീരെയില്ല. കുറ്റവാളികളെ കടിച്ചു കീറാൻ തയ്യാറെടുത്ത് നിൽക്കുന്ന ഒരു സിംഹമാണ് ഞാനിന്ന്. നീ ഇത്രയും ഭയങ്കരനായ വിവരം ഞാൻ അറിഞ്ഞില്ല. ഇവിടെയാണോ താമസം? അതെ. തനിച്ചാണോ? കല്യാണം ഒന്നും കഴിച്ചില്ലേ? കല്യാണം ഈ ജീവിതത്തിൽ അതുണ്ടാവില്ല. അതെന്താ? ഗോപാലകൃഷ്ണ, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഒരു സന്യാസിയാണ്. സന്യാസി ആത്മീയതക്കായി സ്വയം അർപ്പിക്കുന്നു. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ രാഷ്ട്രത്തിന് വേണ്ടി സ്വയം സമർപ്പിക്കുന്നു. സത്യവും നീതിയുമാണ് എന്റെ ഭാര്യ. ഏതെങ്കിലും ഒരു പീറപ്പെണ്ണിന്റെ മുമ്പിൽ അടിറക്കാനുള്ളതല്ല
ഈ ജീവിതം. നീയാളൊരു മഹാനായി മാറി. അതെ, ഇനി പറയൂ, എന്തിനാണ് നീ റോഡിൽ വെച്ച് തല്ലുണ്ടാക്കിയത്? പറയാം. നിന്റെ ഡിപ്പാർട്ട്മെന്റിനെ ഒരാൾ അപമാനിക്കാൻ ശ്രമിച്ചു. ആരാലും ഞാൻ വിടില്ല. അടങ്ങ് ഞാൻ പറയാം. വേഗം പറയൂ. അത് പിന്നെ എന്റെ ഒരു വീട് ഇവിടെ വാടകയ്ക്ക് കൊടുത്തിരുന്നു. അവര് വാടക ഒന്നും അവര് കറക്റ്റായിട്ട് ആയിരുന്നില്ല. ഇറങ്ങാൻ പറഞ്ഞിട്ട് ഇറങ്ങുന്നില്ല. ഒടുവിൽ ഞാൻ അവരോട് പറഞ്ഞു പിന്നെ പോലീസ് കംപ്ലൈന്റ് ചെയ്യുന്നു. അപ്പൊ അവിടുത്തെ ആ സ്ത്രീയും മകളും എന്നോട് പറയാ പിന്നെ അവര് പറയാ പിന്നെ പോലീസിനെ അവർക്ക് പേടിയില്ല, ഇവിടുത്തെ എസ് ഒരു കിഴങ്ങനാണ്, അയാൾ വിചാരിച്ച ഒരു പുല്ലും ചെയ്യില്ല. സ്റ്റോപ്പ്. മതി ഗോപാലകൃഷ്ണ, മതി. എനിക്കിപ്പോ അവരെ കാണണം. എനിക്ക് അവരോട് പ്രതികാരം ചെയ്യണം. പുറപ്പെട്. ഡിപ്പാർട്ട്മെന്റിനെ അപമാനിച്ചാരാണ്? പോലീസ് പുല്ലാണെന്ന് പറഞ്ഞാരാണ്? ഇവരാണ്. എന്തേ? ഇങ്ങോട്ട് ഇറങ്ങിക്കാൻ. നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? നിങ്ങളാണോ പോലീസ് പുല്ലാണെന്ന് പറഞ്ഞത്? എനിക്ക് നീതി വേണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. നമുക്ക് പിന്നീട് തല്ലാം. അപ്പൊ എനിക്ക് ടൈം ഉണ്ടാവില്ല. എനിക്ക് ഇപ്പൊ തല്ലണം. വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. മതിയോ? വീട് ഒഴിയാൻ പറഞ്ഞാൽ മതി. ഇപ്പൊ അങ്ങനെ മതിയല്ലേ? ഇങ്ങോട്ട് ഇറങ്ങിയതല്ലേ? ഇപ്പൊ ഞാൻ തല്ലുന്നില്ല. പക്ഷെ 24 മണിക്കൂറിനകം വീട് ഒഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ഇനിയും വരും. എല്ലാത്തിനും നേരത്തെ തല്ലും. പോലീസ് അതെ, ഏതായാലും ഇത്രത്തോളം വന്ന സ്ഥിതിക്ക് അയൽവക്കക്കാരെ കൂടെ ഒന്ന് വരട്ടിയാലും ഒറ്റയുള്ളതിന് പോലീസിനെ പേടിയില്ല. പോലീസിനെ പേടിയില്ലാത്തവന്മാര് ധൈര്യം ഉണ്ടെങ്കിൽ ഇറങ്ങി വാടാ. കോട്ടപ്പള്ളി സുലൈമാനെ ഇടിച്ച് തറവെറ്റിച്ച എസ് ഐ രാജേന്ദ്രനാണ് പറയുന്നത്. 24 മണിക്കൂറിനകം വീടൊഴിയാൻ ഇവരോട് പറഞ്ഞിട്ടുണ്ട്. ഇവൻ എന്റെ ക്ലാസ്മേറ്റ് ആണ്. ഇവനെ തൊട്ട് കളിച്ചാൽ പോലീസ് ഡിപ്പാർട്ട്മെന്റ് കയ്യും കെട്ടി നോക്കി നിൽക്കയില്ല. ഓർമ്മയിരിക്കട്ടെ. കേരള ജീപ്പില് എല്ലാവന്മാരെയും അടുത്ത പ്രാവശ്യം വീണ്ടും ഞാൻ പാഠം പഠിപ്പിക്കും. അല്ലെനിക്ക് പുത്തരിയല്ല, എല്ലാറ്റിനെയും തല്ലും. താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഒന്ന്, വിഘടനവാദികളും പ്രതിക്രിയാവാദികളും പ്രഥമദൃഷ്ട്യാ അകൽച്ചയിലായിരുന്നെങ്കിലും അവർക്കിടയിലുള്ള അന്തർധാര സജീവമായിരുന്നു എന്ന് വേണം കരുതാൻ. ഒന്ന്, ബൂർഷ്വാസികളും തക്കം പാർത്തിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് നമുക്ക് പ്രതികൂലമായി ഭവിച്ചത്. അതാണ് പ്രശ്നം. മനസ്സിലായില്ല. അതായത് വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ എന്തുകൊണ്ട് നമ്മൾ തോറ്റു എന്നുള്ളത്? ലളിതമായിട്ട് പറഞ്ഞാൽ എന്താ, ഈ പ്രതിക്രിയാവാദകവും കൊളോണിയലിസവും എന്നൊക്കെ പറഞ്ഞ് വെറുതെ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നതിനാ? ഉത്തമം ഉണ്ടാതിരിക്കും. സ്റ്റഡി ക്ലാസ്സിലൊന്നും കൃത്യമായി വരാത്തതുകൊണ്ടാണ് നിനക്കൊന്നും മനസ്സിലാവാത്തത്. കോട്ടപ്പള്ളിക്ക് മനസ്സിലായോ? എങ്കിലും ഒന്ന് പറഞ്ഞു തന്നാട്ടെ, നമ്മൾ എന്തുകൊണ്ട് തോറ്റു? കുമാരപിള്ള സാറ് നമ്മുടെ താത്വിക ആചാര്യനാണ്. തൽക്കാലം അദ്ദേഹം പറയുന്നത് നമ്മൾ കേട്ടാ മതി. എടോ ഉത്തമ, ഉൾപാർട്ടി ജനാധിപത്യം അനുവദിച്ചിട്ടുണ്ട്, ശരിയാ. നമ്മളെല്ലാവരും ഒരുമിച്ചിരുന്ന് ദിനേശ് വേടി വലിക്കുന്നതും അതുകൊണ്ടാണ്. എന്നുവെച്ച് പാർട്ടിയിലെ ബുദ്ധിജീവികളെ ചോദ്യം ചെയ്യരുത്. മനസ്സിലായോ? ഒരു കാര്യം ഞാൻ പറയട്ടെ. പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. പണ്ടൊക്കെ നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞാൽ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ അവിടെ ഓടിയെത്തി വിറക് വെട്ടിക്കൊടുക്കും, കുഴി വെട്ടിക്കൊടുക്കും. ഒരു വീട്ടിൽ ഒരു കല്യാണം വന്നാൽ ആദ്യാവസാനം നമ്മളവിടെ ഉണ്ടാവും. ഡോക്ടറെ വിളിക്കാനും രോഗിയെ ആശുപത്രിയിൽ എത്തിക്കാനും മുൻപന്തിയിൽ കാണും. ഇപ്പോഴതൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് RDPക്ക് അടിത്തറ ഇല്ലെന്ന്. നിങ്ങളോട് അവിടെ ഇരിക്കാനാ പറഞ്ഞത്. അച്ചടക്കമില്ലാതെ പെരുമാറിയാൽ അറിയാലോ, ഞങ്ങളത് പഠിപ്പിക്കും. ക്രിയാത്മകമായ ഈ ചർച്ചയിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു കാര്യം ഞാൻ പറയാം. ഒന്ന്, INSP, അതായത് നമ്മുടെ പ്രധാന എതിരാളി. അവരിൽ ചില കൊള്ളാമെന്ന ചെറുപ്പക്കാർ രംഗത്ത് വന്നിട്ടുണ്ട്. ആളുകൾക്ക് അവരോട് വലിയ മതിപ്പാ. ആ മതിപ്പ് പൊളിക്കുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. വളരെ കറക്റ്റ്. ഏതെങ്കിലും രീതിയിൽ വല്ല പെണ്ണുകേസിലോ
ഗർഭക്കേസിലോ അവരെ പെടുത്തി നാറ്റിക്കുകയാണ് ചെയ്യുന്നത്. ജനങ്ങൾ അവരെ കാർക്കിച്ചു തുപ്പുന്ന ഒരു പരിതസ്ഥിതിയിൽ എത്തിച്ചാൽ നമ്മൾ ജയിച്ചു. 6 മാസത്തിനുള്ളിൽ നമുക്ക് നഷ്ടപ്പെട്ടതെല്ലാം വീണ്ടെടുക്കാം. പരിപ്പോട എവിടെയോ? ഇന്ന് പരിപ്പോഴും ഉണ്ടാക്കില്ല സാർ. പരിപ്പോട ഉണ്ടാക്കിയില്ലേ? പരിപ്പോടയും ചായയും ബീഡിയുമാണ് ഞങ്ങളുടെ പാർട്ടിയുടെ പ്രധാന ഭക്ഷണം എന്ന് എനിക്ക് അറിഞ്ഞൂടെ? എടുക്ക പോയി പരിപ്പോട ഉണ്ടാക്കി കൊണ്ടുവരാ. പാർട്ടി പറയുന്ന ആദ്യം അനുസരിക്കാം എന്ന് പറഞ്ഞാൽ പാർട്ടിക്ക് അബദ്ധങ്ങളെ പറ്റി ചൂണ്ടിക്കാണിക്കേണ്ടവരാണ്. അതിനല്ലേ നേതാക്കന്മാരുള്ളത്. എനിക്ക് സാറിനോട് പേഴ്സണൽ ആയിട്ടൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താണ് കാര്യം? ഉത്തമം നടന്നേ, ഇത് പേഴ്സണൽ ആയിട്ടുള്ള കാര്യമാണ്. സാർ വന്നേ. അതായത് എന്താണ്? വീട്ടിൽ നിന്ന് ഭയങ്കരമായിട്ട് നിർബന്ധിക്കുന്നു. എന്തിന്? ഞാൻ പെണ്ണുകെട്ടണത്രേ. പെണ്ണ് കിട്ടാനോ? അയ്യേ, തനിക്കൊരു ബ്രൈറ്റ് പൊളിറ്റിക്കൽ ഫ്യൂച്ചർ ഞാൻ കാണുന്നുണ്ട്. ഭാര്യയും കുടുംബമൊക്കെ അതിന് തടസ്സാണ്. അച്ഛൻ ഒരേ പിടിപിടിക്കുകയാണ്. കോട്ടപ്പള്ളി, പാർട്ടിക്ക് ഇന്ന് ആവശ്യം കെട്ടുപാടുകളും മറ്റുത്തരവാദിത്തങ്ങളും ഇല്ലാത്ത ഒരു നേതൃനിരയാണ്. പ്രകൃതി നിയമങ്ങൾക്ക് കുറച്ചൊക്കെ നമ്മൾ വഴങ്ങേണ്ടതല്ലേ? വഴങ്ങരുത്. ലൗകികമായ തൃഷ്ണകളെ നമ്മൾ അതിജീവിക്കണം. മാനവരാശിയുടെ നിലനിൽപ്പ് തന്നെ കുടുംബം എന്ന എസ്റ്റാബ്ലിഷ്മെന്റിലല്ലേ? വിഡ്ഢിത്തം. എല്ലാ എസ്റ്റാബ്ലിഷ്മെന്റുകൾക്കും എതിരെയാണ് നമ്മുടെ യുദ്ധം. ഭാര്യ ഉണ്ടാവുക, കുഞ്ഞുണ്ടാവുക, അതൊക്കെ നമ്മുടെ മനസ്സിൽ സ്നേഹത്തിന്റെ വിത്ത് മുളപ്പിക്കുമെന്ന് എവിടെയോ വായിച്ചിട്ടുണ്ട്. അത് വരട്ട് തത്വവാദമാണ്. സഹജീവികളെ, തൊഴിലാളി വർഗത്തെ സ്നേഹിക്കാൻ ശീലിക്കുക. തുറന്നു പറയാം, അടിസ്ഥാനപരമായി നമ്മുടെ പാർട്ടിക്ക് കല്യാണം ഇഷ്ടമല്ല. അപ്പൊ സാറ് കല്യാണം കഴിച്ചതോ? അതിൽ ഞാൻ ഇന്ന് ഖേദിക്കുന്നു. എന്നാ പിന്നെ ഇപ്പൊ ഭാര്യ ഉപേക്ഷിക്കരുതോ? തന്റെ കാര്യമാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്യുന്നത്. പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്ന വേറൊന്നും. ദൈവമില്ല, അമ്പലമില്ല എന്നൊക്കെ വിളിച്ചു പോകും. എന്നിട്ട് ആരും കാണാതെ തലയിൽ മുണ്ടും പോയിച്ച് ദൈവത്തെ തൊഴാൻ പോകും. ആര്? സാറ് തന്നെ. തൃച്ചമ്പടി അമ്പലത്തിൽ എന്നും കാലത്ത് സാറ് തൊഴാൻ പോകുന്നത് ഞാൻ കാണാറുണ്ട്. താനിതെങ്ങനെ കണ്ടു? ഞാനൊരു രഹസ്യമായിട്ട് തൊഴാൻ പോകാറുണ്ട്. എന്നാലേ ഇത് തൽക്കാലം നമ്മൾ രണ്ടുപേരും മാത്രം അറിഞ്ഞാൽ മതി. താൻ വേണേ കല്യാണം കഴിച്ചോളാം. പക്ഷെ ഒരു കാര്യത്തെ തനിക്ക് നിർബന്ധം വേണം. എന്ത്? നമ്മുടെ പാർട്ടി നയങ്ങളെയും ആദർശങ്ങളെയും ബഹുമാനിക്കുന്ന ഒരു പെൺകുട്ടിയെ വേണം കല്യാണം കഴിക്കാൻ. അത് 100% ഞാൻ ഉറപ്പ് വരുന്നു. എന്നാ ഉള്ളത്? താങ്ക് യു. ശരിക്കും നോക്കിക്കോളൂ. അപ്പൊ പറഞ്ഞൊക്കെ ഓർമ്മയുണ്ടല്ലോ, പാർട്ടിക്കാര് മിണ്ടരുത്, വക്കീലാണ്, കോടതി പോകും നോക്കിയാ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ നുണ പറയേണ്ട കാര്യമൊന്നും എനിക്കില്ല. എന്താ? ഒന്നുമില്ല, ചില കോടതി കാര്യങ്ങൾ പറയായിരുന്നു. അല്ല, റവല്യൂഷണറി ഡെമോക്രാറ്റിക് പാർട്ടിയിലെ ഒരു ബുദ്ധിജീവിയാണ് ഞാൻ. ഒരു തമാശക്ക് സൈഡായിട്ട് ഉണ്ട്. തമാശക്കോ? പാർട്ടി എന്റെ ജീവാത്മാവും പരമാത്മാവുമാണ്. എനിക്ക് പെൺകുട്ടിയോട് ചില കാര്യങ്ങൾ ചോദിച്ചറിയാനുണ്ട്. അധ്വാനിക്കുന്ന തൊഴിലാളി വർഗത്തിന്റെ മോചനത്തിന് വേണ്ടി തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ? പറയൂ. വേണ്ട, ഞാൻ തയ്യാറെടുപ്പിച്ചോളാം. കുട്ടിയുടെ സാമൂഹ്യ ബോധം എനിക്കൊന്ന് പരിശോധിക്കണം. ബൂർഷാസി കംസ് എലിവ് എന്ന് പറയുന്ന പുസ്തകം വായിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഡൗൺ ട്രോഡൻ എ ക്വസ്റ്റ്യൻ മാർക്ക്, അഡിൽ സക്സലിയുടെ പുസ്തകം? അതുമല്ലെങ്കിൽ ദാസ് ക്യാപിറ്റൽ? എന്താ വായനാശീലം ഇല്ലേ? അതൊക്കെയുണ്ട്. മംഗളം വാരികയിലും മനോരമയിലും വരുന്ന മിക്ക നോവലുകളും ഇവിടെ ഞങ്ങൾ എല്ലാവരും വായിക്കാറുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വായിച്ച നോവലുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണ്? ഏതാ മോളെ? അത് ഏതായാലും പറഞ്ഞേക്ക്. ഏറ്റവും ഇഷ്ടപ്പെട്ടത് മനോരമയിലെ ഹവ ബീച്ച്. ഹവാ ബീച്ചോ? അതെന്ത് ബീച്ചാണ്? അതേതെങ്കിലും ഫോറിൻ ബീച്ച് ആയിരിക്കും. കോട്ടയം പുഷ്പനാഥനെയും മാത്യു മറ്റത്തിനെയും മോൾക്ക് വലിയ ഇഷ്ടാ. ഇഷ്ടം എന്ന് പറഞ്ഞാൽ അത് സാരമില്ല. എനിക്ക് ചില നിബന്ധനകൾ മുമ്പോട്ട് വെക്കാനുണ്ട്. കല്യാണത്തിന് ആർഭാടങ്ങളൊന്നും പാടില്ല. ഞങ്ങളുടെ പാർട്ടി ഓഫീസിൽ വെച്ച് വളരെ ലളിതമായ ഒരു ചടങ്ങ്. ഞാനൊരു രക്തഹാരം അങ്ങോട്ടണിയിക്കും, കുട്ടി ഒരു രക്തഹാരം ഇങ്ങോട്ടണിയിക്കും. അതിനുശേഷം 1/2 മണിക്കൂർ നേരം ഞങ്ങളുടെ പാർട്ടി പ്രവർത്തകർ ഞങ്ങളുടെ പാർട്ടി സൂക്തങ്ങൾ ഉറക്കെ ചൊല്ലും. പിന്നെ ഒരു ഗ്ലാസ് നാരങ്ങ വെള്ളം. ചടങ്ങ് തീർന്നു. ഞാൻ അധികവും അണ്ടർഗ്രൗണ്ടിലായിരിക്കും, ഒളിവിൽ. ശ്രീമാൻ തോപ്പിൽ ഭാസിയുടെ ഒളിവിലെ ഓർമ്മകൾ വായിച്ചിട്ടില്ലേ? അതുപോലൊരു ജീവിതമായിരിക്കും മിക്കപ്പോഴും. NSP ഞങ്ങളെ വേട്ടയാടുകയാണല്ലോ. ചിലപ്പോൾ ലോക്കപ്പിലോ ജയിലിലോ ആയെന്ന് വരാം. ഒരു വിപ്ലവകാരിയുടെ ഭാര്യ എന്തും സഹിക്കാൻ പ്രാപ്തയായിരിക്കണം. ചിലപ്പോൾ കുട്ടി വെടിയുണ്ടകൾ നേരിടേണ്ടി വന്നേക്കാം. അപ്പോൾ വിരിമാർ കാണിച്ചു കൊടുക്കേണ്ടി വരും. മോളകത്തേക്ക് വെക്കോ. അച്ഛനേരം നീ വന്നേ. താനൊരു ഭ്രാന്തനെയാണോ എന്റെ മോക്ക് ഭർത്താവായി കൊണ്ടുവന്നിരിക്കുന്നത്? എന്നോട് ക്ഷമിക്കണം, ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. എത്രയും പെട്ടെന്ന് അവനെ പിടിച്ചോണ്ട് പോയില്ലെങ്കിൽ നല്ല ചുട്ട അടി കിട്ടും പറഞ്ഞു. അയ്യോ വേണ്ട വേണ്ട, ഇപ്പൊ പോയേക്കാം. എന്നിട്ടേ പോവാം. എന്റെ നിർദ്ദേശങ്ങളുടെ പ്രതികരണം പറഞ്ഞില്ല. പ്രതികരണം അറിയാൻ കാത്തു നിന്നാൽ കുഴപ്പം ചെയ്യും. അല്ലെ, എന്നാലും എണീക്കാനല്ലേ പറഞ്ഞത്? അതൊക്കെ പോണ വഴിക്ക് പറഞ്ഞുതരാം. ഇനി ഇവിടെ നിൽക്കണ്ട.
മണ്ണ് നല്ല ഫസ്റ്റ് ക്ലാസ് മണ്ണാ. ഇവിടെ തന്നെ വെള്ളം കൂടെ കിട്ടിയിരുന്ന ഒരു കലക്ക് കിടക്കായിരുന്നു. അല്ല നമുക്കിവിടെ ഒന്നും കൂടി കുളിച്ച് നോക്കിയാലോ? വരട്ടെ. ഇപ്പൊ നമ്മൾ കിണറിന്റെ പുറകെ പോയാ വാഴയുടെ പണി പ്രശ്നത്തിലായി പോകും. ഇതിൽ നിന്നുള്ള കൊല വെട്ടി കഴിഞ്ഞേച്ച് നമുക്ക് കിണറിന്റെ പണി നോക്കാം. അത് ശരിയാ. ഇങ്ങ എവ്വളോ കുത്തിനാലും തണ്ണി കിടക്കാതുങ്ക. ഇടവിട്ടപ്പായി ആ എരണം കെട്ടനോട് ചിലക്കാണ്ടിരിക്കാൻ പറ. എന്ത് നല്ല കാര്യം പറഞ്ഞാലും അവൻ ഉടക്കുണ്ടാക്കും. പൂളും താങ്കരിയും. ഏങ്ക ഇങ്ങ ഉണ്മയെ ചൊല്ലക്കൂടാതുങ്ക. മിണ്ടായിരടാ. ചാണ്ടിച്ചാനോട് എതിര് പറയുന്നവരെ കഴുത്തിന് മേലെ തല കാണിയല്ല. അറിയാമോ നിനക്ക്? അല്ല ചാണ്ടിച്ചായ, ഇവൻ അല്ലെങ്കിൽ ഇതിനെ കൂലി വേണ്ടെന്ന് പറഞ്ഞ് ഇവിടെ കടന്ന് കറങ്ങണത്. എടാ മാരുതി, നീ പോടേ, വല്ല കൂലി കിട്ടുന്ന ജോലിക്ക് പോടേ. അത് മട്ടും ചൊല്ലാതുങ്ക. നാമെല്ലാം മനിത ജാതി. മനിതൻ മനിതനെ ഉദവിദാനം ചെയ്യണോ? ആ ഇതിപ്പം അന്ന് പോലെ പറഞ്ഞോണ്ടിരിക്കുന്ന ആരോ പറഞ്ഞ് പഠിപ്പിച്ചു വിട്ടാ മതി. എന്നാടി ഇന്ന് ആഹാരത്തിന് നേരത്തെ? ഉച്ചയൂണൊന്നുമല്ല, ഇടക്കാല ആശ്വാസം. കപ്പയും കോഴിക്കറി. എന്റെ ആഹാ, അത് കൊള്ളാമല്ലോ. എന്നാ വേറെ എല്ലാരും അത് തട്ടേച്ച് മതി. ഇനി ബാക്കി പണി എന്നാ വേഗം വിളമ്പടി. എനക്കോടുങ്ക എനക്കോടുങ്ക. എന്നാ ഞാൻ പൊടിക്കടി പോടാ. ഇനി ഒരു അതിശയകരമായ കാര്യം ഞാൻ പറയാൻ പോവാ. ആ, സ്വന്തം കോഴികളെ ജീവന തുല്യം സ്നേഹിക്കുന്ന ഈ കൊച്ചുണ്ടല്ലോ, ആനി, ഉം. ഇവളുടെ 3 കോഴികളാ ഇന്നത്തെ ഈ കോഴിക്കറിക്ക് വേണ്ടി ജീവത്യാഗം ചെയ്തത്. ആന്നോ? ഈ കൊച്ചിന് ഇത് എന്നാ പറ്റി? ഇവള് തന്നെ ഇത് വെച്ചുണ്ടാക്കിയതും. കഴിച്ചു തുടങ്ങിയപ്പോഴേ എനിക്ക് തോന്നി ഇത് നിന്റെ പാചകമല്ലാന്ന്. വെസ്റ്റ് കേട്ടോ. ഇവളാളെ ഉള്ളവല്ലോടി. ഇക്കണക്കിന് ഇവിടെ ഞാനും കെട്ടിയാലോ? എന്നും ഇങ്ങനെ ടേസ്റ്റുള്ള കോഴിക്കറി കൂട്ടാവല്ലോ. കെട്ടായ ഇനി ഇടമല നോക്കാനില്ല. ഞങ്ങളുടെ ഫുൾ സപ്പോർട്ട് ഉണ്ട്. അച്ഛൻ ധൈര്യമായിട്ട് കെട്ടിക്കും. ചാണ്ടിച്ചായോ എന്നാടാ ഈ കിടന്ന് കാർന്നെ? നമ്മുടെ വാഴ പാദ്യം പോയി. ചാണ്ടിച്ചായ വാഴ പോയെന്ന് എന്ന് വെച്ചാ കാലത്ത് ചെന്ന് നോക്കുമ്പോ വാഴകൾ പാദ്യം പിഴുതി കളഞ്ഞേക്കുവാ. എന്റെ ഈശോയെ, എടി മേരിയെ, എടാ കുഞ്ഞെടുക്ക, ആണ്ട് വാഴയെല്ലാം പിഴുത് കളഞ്ഞെന്ന്. നമുക്ക് പോയി നോക്കാം വാ. ഇതെന്നാ പറ്റിയതാടാ? രാത്രിയിൽ നിങ്ങൾ ഇവിടെ ഇല്ലായിരുന്നോ? ഇതിങ്ക സർവ്വസാധാരണം. രാത്രിയിലെ പണ്ണി പണ്ണ വേല ഇത്. എന്നാ കാട്ടുപന്നികളുടെ പണിയാണ്. ആമാ. എന്നാലും എന്റെ ഈശോയെ, ഞങ്ങളുടെ അധ്വാനത്തിന് ഒരു വിലയും കൽപ്പിച്ചില്ലല്ലോ നീ. நீ முன்னிலே வந்து நிக்காது நாயே. வாழையை முழுவன் பிடுங்கணும் தானே சொன்னேன். பாதி பிடுங்கிட்டு வந்து நிக்கிறேன். அந்த 3 பேரு அங்க தானே தூங்கிட்டு இருக்குது. வாழை பிடுங்கிட்டு இருக்கும்போது என்னமோ ஒரு சத்தம் வந்தது. அப்படியே ஓடி வந்துட்டேன். அப்ப உங்க அப்பா வந்தா சத்தம் போடுறதுக்கு? ஏ முட்டாள், ஆம்பளையான தைரியம் வேணும்டா, தைரியம். இன்னைக்கு ராத்திரியிலே வாழை பூரா பிடுங்கிட்டு நீங்க வா, நான் 100 ரூபாய் கொடுப்பேன். வாழை பிடுங்காம வந்தா வாழை பிடுங்காம வந்தா கொன்னுடுவேன். പോടാ പോടാ. ഇന്ന് ആ പന്നിയുടെ അന്ത്യ. ഇതുകൊണ്ട് വെടിവെച്ചാ ആ പന്നി ചാവും. എന്നപ്പ എടാ, ഇതുകൊണ്ട് വെടിവെച്ച പിന്നെ ആ പന്നിയുടെ അഡ്രസ് പോലും ഉണ്ടാകില്ല. അത് മതി. പന്നിയെ കിട്ടിയാൽ നമ്മൾ രാത്രി തന്നെ ചണ്ടിച്ചാന്റെ അടുത്ത് എത്തുന്നു, സപ്പറാക്കുന്നു, ചാപ്പിടുന്നു. സംസാരിക്കുക, ശബ്ദം കേട്ട പന്നി വരികയില്ല. അത് പന്നി തന്നെയാ. കൊണ്ട് ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെയാ തോന്നി. മനുഷ്യന്നല്ല, ഏതായാലും കൊണ്ടെന്ന് ഉറപ്പാ. എടപ്പ നോക്കടാ, കൊണ്ടെന്ന് എനിക്ക് ഉറപ്പാ. മനുഷ്യന്റെ പന്നിയുടെ കരച്ചിൽ കേട്ടാ എനിക്കറിയാം ഇത് പന്നി തന്നെയാ. അയ്യോ അമ്മ, അമ്മ, അയ്യോ പാത്തുക. മാമാ, 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 மாமா. ஐயோ, நான் வாழை பிடிக்கும் போது அவங்க வெடி வச்சாச்சு. ஒரே ரத்தம் மாமா. அவங்க காப்பாத்துக்க, அவங்க பின்னாடி வந்துட்டே இருக்கு. பின்னாடி வந்துட்டு இருக்கா? ஆமா. அப்ப நீங்க நிக்காது. எனக்கும் ஆபத்து. எனக்கு முடி கிடைச்சிடும். எங்கேயாவது போ. போடா, காப்பாத்துக்க மாமா. போடா. വെടി പൊട്ടിയതും ഒരു മനുഷ്യന്റെ കരച്ചിൽ പോലെ കേട്ടത് എന്ന് കരുതി മനുഷ്യനാണെന്നൊന്നും പറയാൻ ഒക്കെയല്ല. ഈ വാഴകൾ പിഴുത് കളഞ്ഞിട്ട് ആർക്ക് എന്നാ കിട്ടാനോടോ പോയി? എന്നാലും പന്നിയുടെ മനുഷ്യന്റെ ശബ്ദം ഒരുപോലെ അല്ലല്ലോ. എനിക്ക് ഉറപ്പായിച്ചേ അത് മനുഷ്യന്റെ കരച്ചിൽ തന്നെയാ.
ഇങ്ങനെയാണെങ്കിൽ കുറച്ച് ദിവസം കാര്യം ഉറങ്ങണ്ട. പന്നിയായാലും മനുഷ്യനായാലും ജീവിക്കാൻ സമ്മതിക്കാന്ന് വെച്ചാൽ ഒരു ചെരുപ്പിന്റെ അടയാളവും അവിടെ ഇവിടെയും കാണാണ്ട്. തറവാട്ടി പറഞ്ഞ പന്നിയായിരിക്കും, ചിലപ്പോ ചെരുപ്പിട്ടേച്ചും വന്നിണ്ടാവും. വാ. முனியம்மா அந்த வேலையில அப்புறம் பண்ணலாம், நீ கொஞ்சம் உள்ளே வா. யாராவது பார்க்க போறாங்க? யார் பார்க்க போறீங்க? வா. ஐயோ, வாடி. வேண்டாங்க. நான் கொடுத்தது சாப்பிட மாட்டியா? சாப்பிடு. மாமா 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 அயோக்கிய பயலே, புறம்போக்கு போடா, விட்டுடுவேன், போடா, போ. நீங்க வரக்கூடாது நான் சொல்லலையா? எனக்கு நிக்க முடியல, நடக்க முடியல. பெரிய 2 குண்டு குண்டிக்குள்ள இருக்கிறது தோணுது. நான் இப்ப சாவு மாமா. நீ சாவறது தான் நல்லது. அப்படி சொல்லாதுங்க மாமா, உங்களால தானே எனக்கு இந்த கதி வந்தது. குண்டு எடுக்கிறதுக்கு ஆஸ்பத்திரி போனா நம்ம ரகசியம் எல்லாம் வெளியில வந்துடும். உங்களுக்கு ஒண்ணு தெரியுமா? நேத்து ராத்திரி பூரா நான் காட்டுல ஒரு நரிமடையில படுத்தாச்சு. என்னமோ நேத்து நரி அங்க வரல, அதனால தப்பிச்சாச்சு. ஒரு பக்கம் ஒரே வலி, மறுபக்கம் ஒரே பசி. நீங்க நிக்க கூடாது, அதற்கு பெரிய ஆபத்து. இங்க இருந்து போடா. நான் எங்க போறது மாமா? காட்டுக்கு போடா மாமா. சரி, ஊரை விட்டு போயிடு. அப்படி இனிமேல் மூஞ்சிலே முழிக்காது. கடவுளை, நான் எங்க போறது? கொன்றுவேன், போடா. என்ன தவிக்க விட்டுட்டு நீங்க முனியம்மா கூட சந்தோஷமா படுங்க. இந்த மாத்திரைய 5 நாள் சாப்பிடணும், தவறக்கூடாது, புரியுதா? சரிங்க. ஏங்க, வீட்டுக்கு பின்னால ஒரு ஆள் வந்து அழுதுட்டு இருக்கான். யாரு? தெரியல, நீங்களே வந்து பாருங்க. யாருப்பா நீ? என்னாச்சு? பழனிசாமி கவுண்டர் எனக்கு மாமா. என் குண்டிக்குள்ள வெடிகுண்டு பட்டிருக்குங்க. வலி தாங்க முடியல, எப்படியாவது காப்பாத்துங்க. வெடிகுண்டா? அது எப்படி? தப்பி தவறி துப்பாக்கி மேல உட்கார்ந்துருச்சுங்க. அது எப்படி? எப்படி இப்படி அப்படி இல்ல, அப்புறம் சொல்றேங்க. முதல்ல குண்டு எடுத்து கொடுங்க. நான் எப்படி குண்டு எடுக்கிறது? சீக்கிரம் ஆஸ்பத்திரி போப்பா, ஆபரேஷன் பண்ணி தான் குண்டு எடுக்க முடியும். ஆஸ்பத்திரிக்கு போக முடியாதுங்க. ஏதாவது ஒரு கத்தி எடுத்து எப்படியாவது குண்டு எடுங்க. இது வைங்க. எங்க பார்க்கலாம்? നമ്മുടെ സ്ഥലത്തിന്റെ അപ്പുറത്തുള്ള സ്ഥലമില്ലയോ? അതിന്റെ ഉടമസ്ഥനെ ഞാൻ ഇന്നലെ കുളിച്ചേച്ചും വരുമ്പോ കണ്ടു. ഉടമസ്ഥൻ ഒരു തമിഴൻ വടിവേലു. വടിവേലാണോ വേലുവടിയായോ എന്തോ. അയാള് പറഞ്ഞു ഇന്ന് വരെ ആ പരിസരത്ത് ഒരു പന്നി വന്നിട്ടില്ല. നമ്മുടെ മരുത് പറഞ്ഞ അവിടെ പന്നിയുടെ ശല്യം സ്ഥിരമായിട്ടുണ്ടല്ലോ. വടിവേല ഇങ്ങനെ പറഞ്ഞു. അല്ല, നമ്മുടെ മരുത് എവിടെ പോയി? കുറച്ച് ദിവസമായിട്ട് അവനെ കാണാനേ ഇല്ലല്ലോ. കൂലിയിലൊക്കെ ജോലിയല്ലേ, മതിയായി കാണാം. അത് ശരിയാ. അല്ല, യൂറി എത്തിയോ? ലോറി ഇന്നലെ പുറപ്പെട്ടിട്ടുണ്ട്, ഒരു അരമണിക്കൂറിനകം എത്തും. യൂറിയ വരുമ്പോഴേക്കും നമുക്കൊന്ന് യൂറിയം പാസ് ചെയ്യാം. വാ. ആ കാക്കി ടൗസർ കണ്ടിട്ട് നല്ല പരിചയമുണ്ടല്ലോ. മരുതല്ലേ ഇത്? ആണോ? ഇവനിത് എന്ത് പറ്റി? അല്ല മറ്റേ മാറ്റി അവന്റെ തുണി മാറ്റാം. நீங்களா? എന്നാത്തിനാടാ നീ ഞങ്ങളെ കണ്ടപ്പോ ഓടിയേ? நான் பார்க்கல. നീ പാത്തു, നീ എന്തിനാ പേടിച്ചോടിയെ? അപ്പൊ നീ എന്തോ പണി ഒപ്പിച്ചിട്ടുണ്ടെന്ന് അർത്ഥം. இல்லங்க. എന്താണ് നിന്റെ അതേ നിലവിളി, അന്ന് വെടിവെച്ച് വേണ്ട അതേ നിലവിളി. നമുക്കൊരു കാര്യം ചെയ്യാം, നേരിട്ട് സംസാരിച്ച് ഇംപ്രസ് ചെയ്യാൻ നീ പോരാ. ഹൃദയദ്രവീകരണ ശക്തിയുള്ള ഒരു കത്തെഴുതി അവൾക്ക് കൊടുക്കാം. അതെന്ത് കത്താണ്? ഞാനെഴുതി തരാം. അപ്പൊ അച്ഛൻ എല്ലാ പരിപാടിയും അറിയാല്ലേ? ഞാനൊരു വക്കീലല്ലേ ദിനകര? എന്ത് വക്കീല്? അതുകളാ, ഞാൻ എഴുതി തന്നാൽ അത് കൊടുക്കുന്നതായിരുന്നു നീ ഏറ്റവും. ഏതായാലും നനഞ്ഞു, ഇനി കുളിച്ചു കയറുക തന്നെ. പെണ്ണ് വരുമ്പോ കൈ കഴുകാനെന്നുള്ള വ്യാജേന ഞാൻ മാറിക്കൊള്ളാം. ആ തക്കത്തിൽ കൊടുത്തേക്കണം. വരുന്നുണ്ടെന്ന് തോന്നുന്നു. കെട്ടടി കെട്ടടി.
ആ മോള് വരൂ. അങ്കിൾ കഴിച്ചോളൂ. കുഞ്ഞമ്മേ, എന്തോ എന്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്റെ റൂമിലേക്ക് കൊണ്ടുവന്നോളൂ. ആ ഇനി ഒന്നും നോക്കാറില്ല. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. കത്ത് ദോശക്കടയിലേക്ക് കയറ്റിക്കോ. ദോശ മീനൊക്കെയായിരിക്കുമല്ലേ? അയ്യോ അയ്യോ, എന്റെ മോള് വീണു. പോട്ടെ പോട്ടെ പോട്ടെ. കരയണ്ട കേട്ടോ, കരയണ്ട. ചേച്ചി ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇതാരാ ഇവിടെ കൊണ്ടുവച്ചേ? ഓ, നമ്മൾ ഡൈനിങ് ടേബിളിൽ ഇരിക്കുന്ന ഇഷ്ടമല്ലായിരിക്കും. വിശന്നിട്ട് ഞാനിതൊന്ന് കഴിക്കട്ടെ. ഇതൊക്കെ എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നിങ്ങൾ കഴിച്ചില്ലേ? കഴിച്ചെന്ന് വരുത്തി. ആ വേലക്കാരി തള്ളയുടെ മോന്ത കാണുമ്പോ വയറ് നിറച്ച് കഴിക്കാൻ തോന്നുന്നില്ല. ഇതും കൂടി ഞാൻ കഴിക്കട്ടെ. വേണ്ട വേണ്ട, ഇത് തൊടണ്ട. എനിക്കുള്ളത് ആരോ കോണിപ്പൊടിയെ കൊണ്ട് വെച്ചിട്ട് പോയതാ. അടുക്കളയിലോട്ട് ചെല്ലണ്ടാന്നായിരിക്കും. എന്നാ കുടിക്കാൻ ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് പാടി. വെള്ളമൊക്കെ എടുത്തോണ്ട് തരാം, പക്ഷെ ഇത് തൊടരുത്. ഞാൻ ആകെ വിശന്നിരിക്കുക. ഞാൻ തൊടില്ല. സത്യം. എന്നാ നീ തുപ്പി വെച്ചിട്ട് പോക്കോ. ഉപ്പൊന്നും വേണ്ട പൊന്നേ, എനിക്ക് വിശ്വാസമല്ലേ. എടുക്കരുത്. ഇല്ലടി. അയ്യോ, ഞാൻ മൂടി വെച്ചിട്ട് പോവാ. ഇതെന്താ ഇതിലൊരു എഴുത്ത്? എന്റെ ഓമ വിധി കേൾക്കാൻ കാത്തു നിൽക്കുന്ന ഒന്നാം പ്രതിയെപ്പോലെ എന്റെ ഹൃദയം പെരുമ്പറ കൊട്ടുകയാണ്. പറയൂ, വിധി പറയൂ. എന്നെ ഇഷ്ടമാണ് എന്നായിരിക്കണം ആ വിധി. ഇഷ്ടമല്ല എന്ന് പറഞ്ഞാൽ ഞാൻ തളർന്നു പോവും. എനിക്കറിയാം, എന്റെ ഹൃദയേശ്വരിയും ഞാനുമായുള്ള ബന്ധത്തിനെതിരെ ശബ്ദമുയർത്താനും വാദങ്ങൾ ഉന്നയിക്കാനും തൽപര കക്ഷികൾ നിരവധി ഉണ്ടെന്ന്. ഈ കക്ഷികൾ നമ്മുടെ ശത്രുക്കളാണ്. അതുകൊണ്ട് ഭവതിയുടെ ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ ഞാൻ സമർപ്പിക്കുകയാണ് ഈ പ്രേമഹർജി. എത്രയും പെട്ടെന്ന് നമ്മൾ ഒന്നായി തീരാൻ ദയവുണ്ടാവണം. പറയൂ, ഇനിയെങ്കിലും വിധി പറയൂ എന്ന് ഭവതിയുടെ പ്രേമഭിക്ഷന്റെ. രണ്ട് കാലമാടന്മാരും കൂടെ അങ്ങ് വെട്ടി വിഴുങ്ങ. ഇതെന്നു മുതൽ തുടങ്ങി? വളരെ കൊല്ലങ്ങളായോ? എന്തായി ചോദിക്കുന്നത്? ഹൃദയമാകുന്ന സുപ്രീം കോർട്ടിൽ കിടന്നിട്ടുള്ള ഈ കളി തുടങ്ങിയിട്ട് എത്ര കാലമായെന്ന് ഞാൻ ചോദിച്ചത്. എന്റെ ഭഗവാനെ, പെട്ടെന്ന് ഈ മനുഷ്യന് വട്ടായി പോയോ? ഇനി ഒന്നു മാത്രം അറിഞ്ഞാൽ മതി. നീ പ്രസവിച്ചതും എന്റേതെന്ന് പറയപ്പെടുന്നതായ ആ രണ്ട് മക്കളുടെ യഥാർത്ഥ അച്ഛൻ ഞാൻ തന്നെയാണോടി. നീ തോന്നിയാസം പറഞ്ഞാലുണ്ടല്ലോ. നിന്നെ കൊല്ലുടി. ഞാൻ പല വീട്ടിലും കേട്ടത്. എന്റെ വീട്ടിലാണ് എന്നെ തള്ളിയിടാ നീ. മാറിക്കണോ? അടിച്ചു മരിക്കണമെന്നല്ലേ റോഡോട് ഇറങ്ങിക്കോ. ഇതിനകത്ത് പറ്റത്തില്ല. എനിക്ക് മനസ്സിലാവാത്തത്. നിന്റെ ഈ പ്രായത്തില് നിനക്കൊരുത്തം പ്രേമലേഖനം എഴുതെങ്കിൽ നീ എത്രയ്ക്കും ഭയങ്കരമായിരിക്കണ്ടേ. അവനെ നീ എങ്ങനെ വല വീശി പിടിച്ചടി. പ്രേമലേഖനോ? ഇതെന്തൊക്കെയായി പറയുന്നേ? അതേടി, ദോശ തുടരെന്ന് പറഞ്ഞപ്പോഴേ എനിക്ക് മനസ്സിലായി അതിന്റെ അകത്ത് എന്തോ കളറുണ്ട്. ആ വിശ്വാസവഞ്ചന കാണിച്ചാലേ ശിക്ഷയ്ക്ക് പരിധിയില്ല മകനെ. എനിക്കൊന്നും അറിഞ്ഞൂടെ എന്റെ മുത്തച്ഛൻ. നിനക്കൊന്നും അറിയില്ലല്ലേ? ആ വന്നേ. സോറി, മുത്തച്ഛൻ വന്നേ. ഞാനോ? എന്റെ കർത്താവ്, എന്റെ പുറത്തിരിക്കാ. ഇതെന്ത് മാറണം? എന്റെ മാതാവേ, മിണ്ടരുത്. മനസ്സിലായി. എന്ത് മനസ്സിലായി? ഇത് എഴുതിയത് ആരാണെന്ന് മനസ്സിലായി. ഓ, എങ്കിൽ പറഞ്ഞതാ, ഞാൻ ഇപ്പൊ തന്നെ പോയി അവന്റെ കഥ കഴിക്കും. കഥയൊന്നും കഴിക്കണ്ട, നിർബന്ധമാണ് അവന്റെ ഇടി കൊടുത്തേ. ഓക്കെ, ആരാ? ഇതൊരു വക്കീൽ എഴുതിയ പ്രേമലേഖനമാ. വിധിയും കോട്ടും കണ്ടില്ലേ? ഏത് വക്കീൽ? പുറത്തുനിന്നൊരു വക്കീൽ തന്റെ ഭാര്യയ്ക്ക് കത്തെഴുതുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. എന്ന് വെച്ചാൽ? ഓ, അത് ശരി.
അവൻ എടാ വക്കീലേ, ആരാ ഇവിടുത്തെ പ്രേമ ശാന്തി? നിന്റെ പ്രേമഹർജി എന്റെ ഭാര്യയുടെ അടുത്ത? അയ്യോ, അതൊക്കെ അവരുടെ കയ്യിലെത്തി. അപ്പൊ നീ തന്നെയാണ് എന്റെ അടല്ലേ? എന്നെ മനസ്സിലായില്ല. അയ്യോ എന്റെ അമ്മോ, അടിച്ച കൈ ഒടിക്കച്ച. അല്ല വക്കീൽ സാറേ, എന്റെ അമ്മോ. എന്റെ കർത്താവ്, ഇതൊരു മെനക്കെട്ട ജോലിയാണല്ലോ. നേരത്തെ തന്നെ ചോദിക്കണമെന്നുണ്ടായിരുന്നു. നമ്മൾ തമ്മിൽ ഇതിനുമുമ്പ് കണ്ടിട്ടുണ്ടോ? നല്ല മുഖപരിചയം തോന്നുന്നു. എന്റെ അപ്പൻ നമ്പൂതിരി ഒരു സ്ത്രീലമ്പടനായിരുന്നു. ചിലപ്പോ അദ്ദേഹം താങ്കളുടെ ആ വഴിക്കൊക്കെ വന്നിട്ടാവണം. എനിക്കും അപ്പനും ഒരേ ചായന്യ. ചാക്കോ, ഏത് ആ മുറിയുടെ മൂലയിലുണ്ടായിരുന്ന ചാക്കോ? അതിൽ തുളസിയിലായിട്ട് വെച്ചിരിക്കുക. അതെ, ആ ചാക്കോ തന്നെ. ആ സ്വാമി, ഒരു മഹാരോഗി നേരം തെറ്റി കാണാൻ വന്നിരിക്കണു. അയാളോട് പരിശോധന സമയത്ത് വരാൻ പറയൂ. കുഞ്ഞീഷ, കഴിഞ്ഞതൊക്കെ മറക്കണം. ഒന്നുമില്ലേലും ഞാൻ നിന്റെ അമ്മാവനല്ലേ? സർവസംഘപരിത്യാഗിയായ നമുക്ക് അമ്മാവനില്ല, അമ്മായിയില്ല, അമ്മയില്ല, അച്ഛനില്ല. ഒടുവിൽ പറഞ്ഞത് ശരിക്കും സത്യമാണോ സ്വാമി? ഒന്ന് മാത്രം എനിക്ക് അറിഞ്ഞാ മതി. നിനക്ക് ഇപ്പോഴും ഇന്ദുവിനെ ഇഷ്ടല്ലേ? ഹേയ്, വന്ന കാര്യം വളച്ചു കെട്ടില്ലാണ്ട് പറഞ്ഞു തൊലയ്ക്ക് മനുഷ്യ. ഇന്ദുവിനെ നീ കല്യാണം കഴിക്കണം കുഞ്ഞീഷ. എനിക്കതിനുള്ള യോഗ്യതയുണ്ടോ? ഉണ്ട് കുഞ്ഞീഷ, നിനക്കേ അതിനുള്ള യോഗ്യതയുള്ളൂ. എന്റെ അനുജൻ ഉണ്ണികൃഷ്ണന് എന്നാണ് ആ യോഗ്യത നഷ്ടപ്പെട്ടത്? എന്തിനാ കുഞ്ഞീഷ എഴുതാപ്പുറം വായിക്കണത്? ആ കഥ കഴിഞ്ഞു എന്ന് വിചാരിച്ചോളൂ. വിചാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. നിങ്ങളൊക്കെ ചേർന്നൊരു വിത്തുപാകുന്നു, അതിന് വെള്ളമൊഴിക്കുന്നു, വളമിടുന്നു. അങ്ങനെ അത് ചെടിയാകുന്നു, മരമാകുന്നു. ആ മരം കായ്ക്കുന്നു, കായ പഴുക്കുന്നു. അതുപോലെ നിങ്ങളുടെയൊക്കെ അധ്വാനത്തിന്റെ പഴമല്ലേ ഉണ്ണികൃഷ്ണൻ? ആ പഴം ഏതോ കാക്കകൾക്കും പട്ടികൾക്കും എറിഞ്ഞു കൊടുത്തിട്ട് ഇപ്പൊ നാണമില്ലാതെ എന്റെ മുമ്പിൽ വന്ന് മോങ്ങുകയാണല്ലേ? മർത്യന് കൈപ്പിഴ ജന്മസിദ്ധനാണല്ലോ കുഞ്ഞീഷ്ണ. കൈപ്പിഴകളെ പറ്റിപ്പോയി, ഒരുപാട് അബദ്ധങ്ങളെ ചെന്ന് ചാടിപ്പോയി. മറക്കണം, പൊറുക്കണം. ഈ അമ്മാവനെ നീ ഒന്ന് സഹായിക്കണം. എന്റെ മകൾക്ക് നീ അല്ലാതെ ആരുമില്ല കുഞ്ഞീഷ്ണ. ഞാൻ ചോദിക്കുകയാണ് സുഖിണി, പുന്നപ്പുറ വയനാടിനെവിടെ? പച്ചയാം വിരിപ്പിട്ട സഹിളിൽ തലവെച്ച് കിടക്കുന്ന ആ മലയാളക്കരയെന്നെവിടെ? പച്ച പനന്തത്ത പാറി പറന്ന് നടക്കുന്ന ആ പുഞ്ചപ്പാടങ്ങൾ ഇന്നെവിടെ? കൈലാസം എവിടെ? ഗോകർണം എവിടെ? കുരുക്ഷേത്രം എവിടെ? പറയൂ പറയൂ സർക്കാരെ. ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്, ഇൻകുലാബ് സിന്ദാബാദ്. അയ്യോ! അപ്പോ എന്നോട് എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? അത് മറ്റൊന്നുമല്ല, എന്റെ അശോകവനത്തിലെ സീതയിൽ തനിക്ക് ഹനുമാനായിട്ട് അഭിനയിക്കാൻ പറ്റൂ? പറ്റും, പക്ഷെ എനിക്ക് വാലില്ലല്ലോ. അത് സാരില്ല, ബാക്കിയെല്ലാം കറക്റ്റ് അല്ലേ? ശരീരപ്രകൃതി, പ്രധാനമായിട്ടും ഫേസ്, അത് വളരെ കറക്റ്റാണ്. താങ്ക് യു. അപ്പൊ എപ്പോഴാണ് ഷൂട്ടിംഗ്? ഷൂട്ടിംഗ് എപ്പോഴെങ്കിലും ആവട്ടെ. താൻ ഹനുമാനായിട്ടൊന്ന് അഭിനയിച്ച് കാണിക്ക്. ഇവിടെ ഒരു സാധനം. ഇതാണ് ഹനുമാന്റെ ഗദ. ഗദ ഏന്തിയ ഹനുമാൻ നടന്നു വരികയാണ്. ഒന്ന് കാണട്ടെ. കൂലിപ്പണിക്കാര് പാടത്ത് പോകുമ്പോ കൈക്കോട്ട് വെക്കണ പോലെയല്ല, അതെങ്ങനെ? സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ. എന്താ വരവ്, എന്താ വരവ്? കൊള്ളാം കൊള്ളാം കൊള്ളാം. ഇനി ഹനുമാൻ ലങ്കയിലേക്ക് ചാടണം. ലങ്കയിലേക്ക് ചാടറോ? ലങ്കയിലേക്ക് അങ്ങനെ പെട്ടെന്ന് ചാടാൻ പറ്റില്ല, അവിടെ LTT ഒക്കെ ഉള്ളതാ. LTT ജാഫ്രിയല്ലേ? താൻ കൊളംബോയിലേക്ക് ചാട്. അല്ല, കൊളംബോയിൽ വെച്ചല്ലേ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗെ ബോംബ് എറിഞ്ഞത്? കൊളംബോയിലെ പ്രസിഡന്റ് ചന്ദ്രിക കുമാരതുംഗെ അല്ല, അവിടെ മോണിക്ക ബിസ്കല്ലേ. അപ്പൊ പിന്നെ എങ്ങനെ ചാടും? ലക്ഷദ്വീപ് ആണെങ്കിൽ കുറച്ചുകൂടെ അടുത്ത എളുപ്പമുണ്ട് ചാടാൻ. അപ്പൊ പിന്നെ താൻ ഇടുക്കിയിലും ചാട്. എന്നാ നമുക്ക് ഷൂട്ടിംഗ് തുടങ്ങാം. അപ്പൊ ചെറിയൊരു പ്രശ്നം. എന്ത്? തിരക്കഥയില്ല. തിരക്കഥ ഞാൻ എഴുതാം. തനിക്ക് തിരക്കഥ എഴുതാനും അറിയോ? കൊള്ളാം. എന്റെ അച്ഛനൊരു തിരക്കഥാകൃത്താണ്. അമ്മയോ? എഴുതും. ബ്രദേഴ്സോ? എല്ലാരും എഴുതും. സിസ്റ്റേഴ്സോ? അവരും എഴുതും. സർവൻസോ? ചുരുക്കി പറഞ്ഞാൽ ഞങ്ങളുടെ നാട്ടിലും വീട്ടിലും തിരക്കഥ എഴുതാത്ത ഒരാളുമില്ല. ഞങ്ങൾ രാത്രിയിൽ ഇങ്ങനെ തിരക്കഥ, പകല് ഞങ്ങൾ ഈ തിരക്കഥകളൊക്കെ എടുത്ത് കൊട്ടയിലാക്കി തലച്ചുമടായി കൊണ്ടു നടന്ന് വിൽക്കും. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. അങ്ങനെ
ഒരു ദിവസം കോരപ്പുഴ പാലത്തിന്റെ അടുത്ത് വെച്ച് എന്റെ കൊട്ടയിലുള്ള 5-6 തിരക്കഥകൾ പ്രിയദർശൻ വാങ്ങിച്ചോണ്ട് പോയി. പ്രിയദർശനോ? അപ്പൊ താൻ പ്രിയദർശന്റെ തിരക്കഥാകൃത്താണല്ലേ? അതെ. എന്താടാ കളിക്കേ? ഇനിയും താൻ പ്രിയദർശന് തിരക്കഥ എഴുതി കൊടുക്കൂ? കൊടുക്കും. അങ്ങനെ കൊടുത്ത നിന്റെ ചെപ്പക്കുറ്റിയെ അടിച്ചു പൊട്ടിക്കും. അതിനു മുമ്പ് തന്റെ കണ്ണ് ഞാൻ തുറന്നെടുക്കും. ഞാൻ എന്റെ തിരക്കഥകൾ എനിക്ക് ഇഷ്ടമുള്ളവർക്ക് കൊടുക്കൂടോ? കൊടുത്തോടോ. തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ, തിരക്കഥ വേണോ തിരക്കഥ. തലയ്ക്ക് സുഖമില്ലാണ്ടായ എന്താ ചെയ്യാ പാവം. I am K.T. Martin, Additional Director of CBI from Delhi. റിവോൾവർ കണ്ട് ഭയപ്പെടണ്ട. ഇത് സെൽഫ് ഡിഫൻസിനുള്ളതാണ്. നിങ്ങൾ എന്നെ ആക്രമിച്ചാൽ മാത്രമേ ഞാൻ ഇത് ഉപയോഗിക്കൂ. സർക്കിൾ ഇൻസ്പെക്ടർ വിജയരാഘവൻ അല്ലേ? അതെ സർ. നിങ്ങളുടെ ഫുൾ ഡീറ്റെയിൽസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞു. നിങ്ങൾ മിടുക്കനാണ്. നിങ്ങളെ CBIയിലേക്ക് എടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എന്താ താല്പര്യമുണ്ടോ? അത് എടുത്താൽ നിങ്ങൾക്ക് കിട്ടുന്ന മാസ ശമ്പളം 50,000 രൂപ ഗ്രാറ്റുവിറ്റി പ്രൊവിഡന്റ് ഫണ്ട്. CBI പെട്ടെന്ന് അങ്ങനെ പെട്ടെന്നല്ല. അഭയ കൊലക്കേസ് തെളിയിച്ചത് നിങ്ങളല്ലേ? ഞാനാണ്. സുകുമാരക്കുറുപ്പിനെ നിങ്ങൾ പിടിച്ചില്ലേ? സത്യം പറ, പിടിച്ചില്ലേ? ഞാൻ പിടിച്ചു. ഇത്രയും മതി. നിങ്ങളെ ഞാൻ CBIയിൽ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. പോയി ഒരു വെള്ളക്കടലാസിൽ എഴുതി കൊണ്ടുവാ. നിങ്ങൾക്ക് CBIയിൽ ചേരാൻ ആഗ്രഹമുണ്ടെന്ന്. കമാൺ. അയ്യോ പോടാ പോലീസേ. അവൻ സാറിന് എറിഞ്ഞു അല്ലേ? അവൻ ഇവിടുത്തെ ഒരു പ്രമുഖ വട്ടനാ. സാറ് വാ, ഞാൻ എണ്ണയിട്ട് തിരിച്ചു. എവിടെ ഏറ് കൊണ്ടത്? ഇവിടെ. ഞാനൊന്ന് നോക്കട്ടെ. ഇവിടെ. എന്തായി കളിക്കുന്നു? നിങ്ങൾ ആരാ? എന്തായി കളിക്കുന്നു? മിസ്റ്റർ കരുണാകരൻ, പോലീസ് സ്റ്റേഷനിൽ ഇൻഫോം ചെയ്തിട്ടുണ്ടല്ലോ. ചെയ്തില്ല? ഇന്ന് 11 മണിക്ക് പത്മ ചിട്ടി കമ്പനിയുടെ റവന്യൂ റിക്കവറി ആണെന്നുള്ളത് മറന്നോ? ഇയാളുടെ വായിക്കാത്ത നാക്കില്ലേ? ഞാൻ മേഡത്തിന്റെ വീട്ടുവേലക്കാരനല്ല. സബോർഡിനേറ്റ്സിനോട് പെരുമാറാൻ പഠിപ്പിക്കുന്ന സ്ഥാപനം ഉണ്ടെങ്കിൽ ഒട്ടും വൈകാതെ മേഡം അങ്ങോട്ട് ചെല്ലു. I'll show what I can do. When the present Tahsildar is reluctant to hand over the charge to the newly promoted and transferred Tahsildar, he himself can assume the charge. This clause is there in our department rules, madam. And for your kind information, I have already sent messages to Board Secretary, District Collector, Accounts General and the Treasury. Anything else, madam? Hello, Tahsildar Ramakrishnan here. സാഗറോ? എല്ലാം വളരെ സ്മൂത്തായി മുന്നോട്ട് പോകുന്നു സാഗർ. സാഗറിന്റെ ബുദ്ധിയും സഹായവും ഉണ്ടായതുകൊണ്ട് ഈ അധികാര കൈമാറ്റം വളരെ സ്മൂത്തായിരുന്നു. ഞാൻ തന്റെ അഭിനന്ദനം കേൾക്കാൻ വിളിച്ചല്ലോ. അവൾ എത്തിയോ? ആ പൂതന എത്തിയോ? എന്താണ് അവളുടെ റിയാക്ഷൻ? മോന്തയിലുള്ള ഭാവം? അതെ, മാഡം ഇപ്പോൾ വടി വിഴുങ്ങിയ മാതിരി നിൽക്കുകയാണ്. ഫോൺ വേണമെങ്കിൽ കൊടുക്കാം. What nonsense is this? മിസ്റ്റർ നാരായണൻ, മിസ്റ്റർ കുറുപ്പ്, ഈ സ്ത്രീ എന്നെ ഡ്യൂട്ടി ചെയ്യാൻ സമ്മതിക്കുന്നില്ല. സാറിനെ സമ്മതിച്ചിരിക്കുന്നു. ഇതിന്റെ പത്തി താഴ്ന്ന് ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. കോളേജ് NCCയിൽ ഉണ്ടായിരുന്നപ്പോ ബെസ്റ്റ് കറേജിയസ് കേഡറ്റ് അവാർഡ് വാങ്ങിച്ചവനാ ഞാൻ. ഹലോ ഹലോ, താൻ എന്ത് മാങ്ങാ തുലിയാണ് അവിടെ കാണിക്കുന്നത്? എന്താ അവിടെ സംഭവിക്കുന്നത്? ചില പൊട്ടലും ചീറ്റിലും ഒക്കെ കേൾക്കുന്നുണ്ടല്ലോ. എന്താ ഫോൺ തട്ടിത്തെറിപ്പിച്ചോ? അത് കുഴപ്പമില്ല, അത് കുഴപ്പമില്ല. അവളിപ്പോ എവിടെ? അവളെ ഞാൻ തകർത്തു സാഗറെ. ഇനി അവൾ ഈ ഏരിയയിൽ വരില്ല. അയ്യോ, വാതിലടച്ചു. വാതിലടക്കി പൂട്ടിട്ട് പൂട്ടിന്നാ തോന്നുന്നേ.
അതെ, പൂട്ടി പൂട്ടി. ആ എങ്കിൽ രക്ഷപ്പെട്ടു. അകത്തായവൻ രക്ഷപ്പെട്ടെന്ന്. മിനിറ്റുകൾക്കകം അവിടെ എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം. വാതിലൊന്നും ചവിട്ടി പൊളിക്കാൻ ശ്രമിക്കരുത്. കുറച്ച് കഴിഞ്ഞ് ഞാൻ വിളിക്കാം. ഓക്കെ ഓക്കെ. ഹലോ ഹലോ, ആ മാതൃഭൂമി ഓഫീസല്ലേ? ഹോട്ട് ന്യൂസ് ഹോട്ട് ന്യൂസ്. ഉടൻ തന്നെ താലൂക്ക് ഓഫീസിലെ കുറെ റിപ്പോർട്ടർമാരെ അയക്കുക. നിരപരാധിയായ ഒരു തഹസിൽദാരെ മുൻ തഹസിൽദാർ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുന്നു. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാനാകാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. ഉടൻ തന്നെ അയക്കുക. ഹലോ, മനോരമല്ലേ? ഹോട്ട് ന്യൂസ്. നിരപരാധിയായ ഒരു തഹസിൽദാരെ വേറൊരു തഹസിൽദാർ മുറിക്കകത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. ഈ അകത്തുള്ള തഹസിൽദാർ ഒരു തുള്ളി പച്ചവെള്ളം പോലും കുടിക്കാതെ മരണത്തോട് മല്ലിട്ടുകൊണ്ടിരിക്കുകയാണ്. എളുപ്പമായിരിക്കും. ഹലോ, ഞാൻ സാഗറാണ്. ഒന്നുകൊണ്ട് ഭയപ്പെട്ട. സാധിച്ചാൽ ഒന്ന് ബോധം കിട്ട വില കിടന്നോ. ഞാൻ ഉടനെ എത്താം. ഓക്കെ. തഹസിൽദാർ അകത്തിട്ട് പൂട്ടിയോ? നിങ്ങളാരാ? മാഡം, ഞങ്ങൾ പത്രത്തിൽ നിന്നാ. തഹസിൽദാർ ഇവിടെ മരണവുമായി മല്ലിട്ടുകൊണ്ടിരിക്കാൻ അറിഞ്ഞു. നോൺസെൻസ്. ഇവിടെ അങ്ങനെ ഒരു സംഭവമില്ല. കൊല്ലരുതേ, കൊല്ലരുതേ, ഒരു പാവം തഹസിൽദാരെ കൊല്ലരുതേ, 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 തഹസിൽദാരെ കൊല്ലരുതേ. ഇവിടെ തഹസിൽദാരെ പൂട്ടിയിട്ടിരിക്കുന്നത്. അവിടെ രക്ഷിക്കണം, അദ്ദേഹത്തെ രക്ഷിക്കണം. തഹസിൽദാരെ, തഹസിൽദാരെ കാറ്റ് പോയി തോന്നുന്നു. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്. തഹസിൽദാരെ കാറ്റ് പോയി. ഫോട്ടോ എടുക്ക്, ഫോട്ടോ എടുക്ക്. കളർ ഫോട്ടോ എടുക്ക്, കളർ ഫോട്ടോ. കളക്ടർ വന്നു. കളക്ടർ, കളക്ടർ. വാട്ട്സ് ഗോയിങ് ഓൺ ഹിയർ? ഞാൻ ചാർജ് ഒഴിയുന്നതിന് മുൻപ് ട്രാൻസ്ഫറായി വന്ന തഹസിൽദാർ എന്റെ കസേരയെ കയറിയിരുന്നു. എന്നിട്ട് He could have asked me, sir. ആ പാവം തഹസിൽദാർ ഇപ്പൊ മരിക്കും സാർ. അദ്ദേഹത്തെ തുറന്ന് എങ്ങനെയും ആശുപത്രിയിൽ എത്തിക്കും സാർ. ഞാൻ പ്രശസ്ത നോവൽ സാഗർ കോട്ടപ്പുറം. ഡോർ തുറക്കൂ. ഐ സേ ഓപ്പൺ ദ ഡോർ. ഓപ്പൺ ദ ഡോർ. തഹസിൽദാർ, തഹസിൽദാർ. അയ്യോ, ഉത്തരവാദിത്തമുള്ള ജോലിയിലിരിക്കുന്ന ആൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. യു കുഡ് ഹാവ് ഇൻഫോം മീ. Who do you think you are? Who are you to lock this door? No, you are suspended with immediate effect. Make a detailed report and send it to the board for ratification immediately. yes sir. ഇവിടെ രാമകൃഷ്ണ, ഇവിടെ രാമകൃഷ്ണ, ഇവിടെ ഇപ്പൊ തന്നെ കൂടുതലായി. കൂടുതൽ കുറവ് എന്നൊക്കെ പറയുന്നത് തികച്ചും ആപേക്ഷികമായ ഒരു കാര്യമാണ്. ജീവിതത്തിന്റെ പൊരുൾ എന്താണെന്ന് താൻ ഇതുവരെ ആലോചിച്ചിട്ടുണ്ടോ എപ്പോഴെങ്കിലും? കുടിച്ച് ഫിറ്റായിട്ട് ജീവിതത്തിന്റെ പൊരുൾ അന്വേഷിക്കലല്ല എന്റെ ജോലി. ജീവിതത്തിന്റെ അർത്ഥം എന്താണ്? അതാണ് എന്റെ ചോദ്യം. ലൈഫ് ഈസ് നത്തിങ് ബട്ട് എ സെലിബ്രേഷൻ ഓഫ് ഇവന്റ്സ്. നമുക്ക് കിട്ടിയ ഈ ജീവിതം പരിപൂർണമായി ആഘോഷിക്കുക. നമ്മുടെ വിജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ സങ്കടങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ പരാജയങ്ങൾ ആഘോഷിക്കുക, നമ്മുടെ മരണം ആഘോഷിക്കുക. അപ്പൊ പിന്നെ ഇന്നത്തെ ഈ വിജയം ആഘോഷിക്കണ്ടേ? അടുത്ത വീട്ടിലെ ശൂർപ്പണ കൈന്ന് ഉറങ്ങില്ല. ഈ രാമലക്ഷ്മണന്മാർ ഇന്ന് ഉറങ്ങുകയില്ല. അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം, അവിടെ പരാജയത്തിന്റെ ആഘോഷം, ഇവിടെ വിജയത്തിന്റെ ആഘോഷം. ഞാൻ ഇങ്ങോട്ട് വന്നാൽ കുറച്ചുകൂടി സൗകര്യമാണല്ലോ എന്നെ ഹരാസ് ചെയ്യാൻ. ഒരേ ഡിപ്പാർട്ട്മെന്റിലായതുകൊണ്ട് മറ്റെവിടെയെങ്കിലും വെച്ച് വീണ്ടും കാണേണ്ടി വരും. അപ്പോ അവിടെ ഈ പക കാണിക്കാതിരുന്നാൽ ഉപകാരമായിരിക്കും. ഇപ്പൊ ഇവിടെ വെച്ച് എല്ലാ ദേഷ്യം തീർത്തോളൂ. പുലികൾക്കിഷ്ടം ഇരയെ ഓടിച്ചിട്ട് പിടിച്ച് ആക്രമിച്ച് തിന്നുന്നതാണ്. ഇതാര് ഉണ്ണിയാർച്ചയോ? ആർച്ചയുടെ നാവിന്നാണോ കീഴടങ്ങളുടെ ആ സ്വരം ഞാൻ കേട്ടത്? എന്തു പറ്റി ആർച്ചയെ ഊരിവാൾ ഇത്ര വട്ടം നുറയിലോട്ടിടാൻ? പിന്നെ എന്തുണ്ട് വിശേഷം? നേരാങ്ങള ആരോമൽ ചേകവർക്ക് സുഖമാണോ? ഭർത്താവ് കുഞ്ഞിരാമൻ ഇപ്പൊ എന്ത് ചെയ്യുന്നു? ഓ, ഞാൻ ഓർത്തില്ല. ആണിന്റെ തണൽ ഒതുങ്ങാത്ത ഉണ്ണിയാർച്ചയാണല്ലോ ഇത്. ഏതെങ്കിലും ഒരു ആണിനെ അനുസരിക്കാത്താണല്ലോ ഈ ആർച്ചയ്ക്ക് പറ്റിയ കുഴപ്പം. പക്ഷേ പാർലമെന്റിൽ സ്ത്രീകൾക്ക് 33 അല്ല 99% സംവരണം ഏർപ്പെടുത്തിയാലും ആണെപ്പോഴും ആണ് തന്നെ. അതോർത്തോളൂ. ഞങ്ങളോട് സാഗറെ മതി. എന്ത് മതിയെന്ന്?
വീട് തേടി വന്ന ഒരു സ്ത്രീയോട് ഇനിയും ഒറ്റ അടി വെച്ചെന്നുണ്ടല്ലോ എന്നെ പോലീസിൽ പിടിപ്പിക്കുകയും നിന്നെ ഓഫീസിലിട്ട് പൂട്ടുകയും ചെയ്ത് ഇവളോട് അതൊക്കെ കഴിഞ്ഞില്ലേ സാഗറെ? ഓ കഴിഞ്ഞോ? ഞാനത് അറിഞ്ഞില്ല. രാമകൃഷ്ണ, നിന്റെ ഉള്ളിൽ ഒരു പെൺകോന്തൻ ഒളിഞ്ഞിരിപ്പുണ്ട്, എനിക്കത് മനസ്സിലാവും. പക്ഷെ സ്ത്രീ എന്റെ ആജന്മ ശത്രുവാണ്. ആ ശത്രുവിന്റെ മേൽ നിങ്ങൾ വിജയം നേടി കഴിഞ്ഞില്ലേ? എനിക്ക് വിജയിച്ച മാത്രം പോരാ, ശത്രുവിനെ കട്ടിച്ച് കീറി താണ്ടവ നൃത്തം ചെയ്യണം. എന്ത് വേണമെങ്കിലും ആകാം, പക്ഷെ ഉച്ചയ്ക്ക് മുമ്പ് ഞാൻ വീടൊഴിഞ്ഞു പോവും. എല്ലാം അതിനു മുമ്പായാ നന്ന്. ഇല്ല മാഡം, ഈ സാഗർ ഒരു പച്ച നിർത്തടാ. നീ എനിക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നോ? ഞാൻ പാവല്ല, ഞാൻ ഭയങ്കര വൃത്തിയായിട്ടവനാണ്. എല്ലാത്തിനും ഒരിക്കൽ കൂടി ഞാൻ ക്ഷമ ചോദിക്കുകയാണ്. അയ്യോ, അതൊന്നും സാരമില്ലെന്നേ. കാപ്പി കൂടി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ ക്ഷണിക്കാം. നമുക്ക് സുഹൃത്തുക്കളായി പിരിയാം. വൻകിട രാഷ്ട്രങ്ങൾ തമ്മിൽ യുദ്ധങ്ങൾ ഉണ്ടാവാറുണ്ടല്ലോ. പിന്നീട് അവരൊരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സന്ധി സംഭാഷണങ്ങൾ നടത്താറുമുണ്ട്. മിസ്റ്റർ സാഗറിനെയും ഞാൻ കാപ്പി കുടിക്കാൻ ക്ഷണിക്കുന്നു. എഴുന്നേപ്പിച്ചോളൂ. ഇനി എന്താണാവോ? ഇനി എന്താവാൻ? അല്ല, കൊണ്ടുപോട്ടെന്ന് ചോദിക്കായിരുന്നു. ആയിട്ടില്ല, കഷായം കൂടെ തരാം. അത് പാകാണേ ഉള്ളൂ. ഇരിക്ക. ഒക്കെ പോയല്ലോ. ലക്ഷ്മിയെ ഓടി വായോ. കണ്ടില്ല ഇത് നീയ്? പാകം തെറ്റി. നീ ഇതൊന്നിനും കൊള്ളില്ല. എടുത്ത് കളാ വടക്കേ കുപ്പയിലേക്ക് ചെയ്യണം. അടുക്കളയിൽ ചായ തിളച്ചു തൂങ്ങിയപ്പോ ഒന്ന് ഓടിപ്പോയതാ ഞാൻ. അതുവരെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ചെഞ്ചില്ലാതെ കഷായത്തൊക്കെ വലുതാണ് ചായന്റെ വെള്ളം. പോകുമ്പോ ഞാൻ ആ ചെക്കനോട് പ്രത്യേകം പറഞ്ഞു പോയതാ ഇതിലേക്ക് ഒരു കണ്ണ് വേണേന്ന്. ആരടെ? കുഞ്ഞീഷടാ. നല്ല ആളെ നീ ഏൽപ്പിച്ചിട്ട് പോയേ. എവിടെയാ വിദ്യാസുരൻ? ഞാനിവിടെ ഉണ്ടച്ചാ. കണ്ണിന്റെ മുമ്പിൽ കിടന്ന് ഈ കഷായം തിളച്ചു തോകുമ്പോ ആ തീയെങ്കിലും ഒന്ന് കെടുത്തിക്കൂടായിരുന്നോ? കാർക്കോടക. അച്ഛനല്ലേ പറഞ്ഞത് ഗുളിക മാത്രം കിട്ടിയാ മതി, കഷായവും കുഴമ്പും ലേഹ്യവും ഒന്നും ഈ കാർക്കോടകന്റെ ഉത്തരവാദിത്തപ്പെട്ടതല്ലെന്ന്. അത് നിനക്ക് വിവരമല്ലാഞ്ഞിട്ട് പറഞ്ഞല്ലേ കുഞ്ഞീഷ? എന്നെ ഏൽപ്പിച്ച ജോലി അത് ഭംഗിയായിട്ട് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. അതെ, അതുകൊണ്ടാണല്ലോ അത് ഭംഗിയായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നേ. ചതുരാകൃതിയിലാണോ ഗുളിക ഉരുട്ടുക? പിന്നെ എങ്ങനെ ഉരുട്ടുക? ഇത് കണ്ടോ ലക്ഷ്മിയെ, ഇതെങ്ങനെയാ മനുഷ്യന്മാർക്ക് കൊടുക്കും? ഓ, എന്റെ പ്രഥമ സന്തതിക്ക് ഇങ്ങനെ ഒരു ജന്മമാണല്ലോ ദൈവമേ നീ കൊടുത്തത്. അച്ഛാ, എന്നെ അങ്ങനെ ഇടിച്ചു താഴ്ത്തരുത്. എടാ, നിന്റെ അനിയൻ 3 മാസം കഴിയുമ്പോ MBBS പാസ്സായി വരും. അതിന് അന്ന് നീ ഇവിടെ ഈ ഗുളിയെ ഇങ്ങനെ ചതുരാകൃതിയിൽ ഉരുട്ടിയിരിക്കേ ഉള്ളൂ. എന്റെ കഴിവ് തെളിയിക്കാൻ അച്ഛൻ എനിക്ക് ഇതുവരെ ഒരു അവസരം തന്നിട്ടില്ലല്ലോ. എത്ര രോഗികളാ ദിവസം ഇവിടെ വരുന്നത്. ഒരു ചരങ്ങ് പിടിച്ചവനെങ്കിലും പരിശോധിക്കാൻ അച്ഛൻ എന്നെ സമ്മതിച്ചിട്ടുണ്ടോ? നല്ല കഥയായി. ചരങ്ങ് പിടിച്ചവനെ നീ ചികിത്സിച്ച് അത് കുഷ്ടായി മാറും. പ്രീ ഡിഗ്രിക്ക് സുവോളജി എടുത്തിരുന്നെങ്കിൽ MBBSന് എനിക്കും സീറ്റ് കിട്ടിയാണ്. അതിന് പ്രീ ഡിഗ്രിക്ക് ചേരാൻ നീ SSLC പാസ്സായിട്ട് വേണ്ടേ? അതാണ് കുഴപ്പം. വന്നത്. താങ്ക്സ്. മിസ് മെർലിൻ, 1 സെക്കൻഡ്. ഇന്നലെ ഒരു കയ്യബദ്ധത്തിന് നിങ്ങളുടെ വീട്ടിൽ നിന്ന് അപ്പുക്കുട്ടൻ അപ്പുക്കുട്ട, രമേശും മെർലിനും ഇന്ന് രാത്രി മീറ്റ് ചെയ്യുന്ന സ്ഥലം എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം. ഫ്രണ്ട്ലി മെത്തേഡോ പോലീസ് മുറയോ ഏത് വേണേലും ഉപയോഗിച്ചോളൂ. ആ കുട്ടി പെറ്റീഷൻ പിൻവലിച്ചു. അയച്ചു വിളിച്ചു പറഞ്ഞു ഈ കേസിൽ മുമ്പോട്ട് പോണ്ടെന്ന്. പിന്നെ ബാബുക്കുട്ടന് മാത്രം എന്താ ഇത്ര നിർബന്ധം? പറയുന്നത് കേട്ടാ മതി. തൊപ്പി വെക്കണോ? ഈ കേസിൽ ഇനി ഞാൻ വാദിയും പ്രതിയെ നോക്കാൻ പോകുന്നില്ല, എല്ലാത്തിനും ഇടിച്ച് നിരപ്പാക്കാൻ പോവുക. അതിന്റെ പ്രത്യേകത ഡിപ്പാർട്ട്മെന്റ് നേരിടട്ടെ. ഹലോ, ഞാനൊരു പേപ്പർ റിപ്പോർട്ടറാണ് സംസാരിക്കുന്നത്. മിസ് മെർലിൻ ഉണ്ടോ? ഇല്ല, മാഡം എവിടെ ഇല്ലല്ലോ. എവിടെ പോയി? എവിടെയാന്നറിയില്ല. എപ്പ വരും? നാളെ വരുമെന്നാ പറഞ്ഞേ. ഓ, അവരവിടെ ഇല്ല സാർ, നാളെ വരുള്ളൂ. ഒറ്റ വീക്ക് വെച്ചതില്ല ഞാൻ.
ഞാൻ പെണ്ണിന്റെ ശബ്ദത്തിൽ സംസാരിച്ചോളാം സാർ. എന്നെനിക്ക് വാക്കെന്നിട്ട് ഒരുമാതിരി പാളയിൽ കാളമെടുക്കുന്ന ശബ്ദത്തിലല്ലോ താനിപ്പോ സംസാരിച്ചത്. വയ്യെങ്ക് തൊപ്പി ഊരി വെച്ച് സലാം പറഞ്ഞിട്ട് പോടോ. ഇനിയിപ്പോ അവരെവിടെ ചെന്ന് തപ്പാനാ? ചേട്ടാ വന്നിപ്പോ വാദിയെ പിടികൂടാനാണല്ലോ വലിയ പാട്. See you. ബൈ. എന്താ സർ? ഇപ്പൊ ആ പെണ്ണിനെ അവിടെ കൊണ്ടുവിട്ടില്ല, അതേപോലെ കൃഷ്ണൻകുട്ടി കമ്മീഷണർ ഓഫീസിൽ ഒന്ന് കൊണ്ടുവിട്ടേക്ക്. സർ ഞാൻ മെർലിൻ ട്രൂപ്പിലെ ഗിറ്റാറിസ്റ്റ്. മനസ്സിലായോ? വണ്ടി വിടറോ. ആ തേണ്ടി RDPയുടെ തൊലി ഇരിക്കുകയാണ് ഉത്തമ. സഹിക്കല്ലാതെ എന്ത് ചെയ്യാ? അവര് ജയിച്ച പാതി മീശ എടുക്കാന്ന് പറഞ്ഞത് കോട്ടപ്പള്ളിയല്ലേ? അതെ, ഇങ്ങനെ ഒരു വിധി എഴുത്തുണ്ടാകുമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിച്ചല്ലോ. എന്താ ഉത്തമ ജനങ്ങൾ നമ്മളോട് ഇങ്ങനെ പെരുമാറിയത്? അതേ, ഒരു പാർട്ടിയിലും പെടാത്ത നിഷ്പക്ഷമതികളായ കുറെ ജനങ്ങളുണ്ടല്ലോ, ആ തെണ്ടികളായി ഇത്തവണ നമ്മളെ പറ്റിച്ചത്. നമ്മുടെ ഗവൺമെന്റ് എന്തൊക്കെ ജനങ്ങൾക്ക് കൊടുത്തു. കൂടുതലും വാഗ്ദാനങ്ങളാ കൊടുത്തത്. ഉത്തമ, നമ്മുടെ പാർട്ടിയെ നമ്മൾ തന്നെ വിമർശിക്കരുത്, അതും ഇന്നത്തെ ചുറ്റുപാട്. ഞാൻ ആലോചിച്ചപ്പോ ഒരു കാര്യം തോന്നിപ്പോവാണ്. എന്തേ? ജനങ്ങൾ സമ്പൂർണ്ണ സാക്ഷരത നേടിയതാണ് നമുക്കടിയായത്. എങ്ങനെ? സാക്ഷരത നേടിയപ്പോ ജനങ്ങൾക്ക് വിവരം വന്നല്ലോ. അതുകൊണ്ടാണോ ഇത്തവണ അവർ നമുക്ക് വോട്ട് ചെയ്യാത്തത് എന്നാണ് എന്റെ സംശയം. അത് ശരിയാ, ജനങ്ങൾക്ക് നല്ല ബുദ്ധി വന്നാ പിന്നെ അവരെല്ലാ പാർട്ടിക്കാരെയും കല്ലെറിഞ്ഞ് കൊല്ലാനിടയുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിലൊക്കെ എന്ത് സുഖ, സിനിമാ നടനോ നടിയോ ആരെ വേണമെങ്കിലും അവർ ജയിപ്പിക്കും. കാരണം അവിടെ സാക്ഷരതയില്ല, വീരാരാധന മാത്രമല്ലേ ഉള്ളൂ. അതൊക്കെ പോട്ടെ, ചില്ലറ വല്ലതുണ്ടോ പരിപ്പുടക്കും ചായക്കും? എല്ലാം തീർന്നില്ലേ? തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ പിന്നെ വീട്ടിൽ കയറിയിട്ടില്ലല്ലോ, പിന്നെ ഇവിടുന്ന കാശ്. എന്റെ അനുജനുണ്ടല്ലോ, ആ അലവലാതി അവിടെ നിന്നോണ്ട് എന്നെ നോക്കി ചിരിക്കുക. എങ്ങനെ ഞാൻ അവനെ ഫേസ് ചെയ്യും? വീട്ടിൽ പോവാതിരുന്ന വിശന്ന് ചാവുകയും ചെയ്യും. എന്നായാലും ഫേസ് ചെയ്തല്ലേ പറ്റൂ കോട്ടപ്പള്ളി. അതെ, തെരഞ്ഞെടുപ്പിൽ എന്തായാലും ജയിക്കുമെന്ന് വിചാരിച്ച് ഞാൻ പല വെല്ലുവിളികളും നടത്തിയതാ. ആകെ അബദ്ധമായി. ഞാൻ ഭയങ്കര ആവേശത്തിൽ അങ്ങനെ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ജനങ്ങളുടെ കയ്യടിയും ബഹളവും കാരണം ആകെ പ്രശ്നം. അച്ഛാ നേര് പറയട്ടെ, എന്റെ ഓരോ വാക്കിനും കയ്യടിയായിരുന്നു. അതിന്റെ ഇടയിലെ ഞാൻ മൂപ്പരെ കണ്ടത്. ഞാൻ കണ്ടു എന്ന് മനസ്സിലാക്കിയപ്പോ തന്നെ മൂപ്പര് പാർട്ടി ഓഫീസിനകത്തെ ഒറ്റ വലിച്ചില്ല. അപ്പൊ പിന്നെ എനിക്ക് ആവേശം മൂക്കാതിരിക്കൂ. INSP തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ പാതിമീശ വടിച്ചോളാമെന്ന് വീമ്പിളക്കിയവന്മാരൊക്കെ ഇന്നെവിടെ എന്ന് ഞാൻ അട്ടഹസിച്ചു. പിന്നെ ആളുടെ പൊടി പോലും കണ്ടിട്ടില്ല. അങ്ങനെയൊന്നും പറയണ്ടായിരുന്നു മോനെ. അച്ഛാ, ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പല്ലും നഖവും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണമാണ്. നമ്മൾ മടിച്ചു നിന്നാലേ എതിരാളികൾ നമ്മളെ ആക്രമിക്കും. ഓ അപ്പടിയാ? പിന്നല്ലാതെ. എന്നാലും പ്രസംഗം കഴിഞ്ഞതിന് ശേഷം നിനക്ക് അവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വരായിരുന്നു. നന്നായിരിക്കും. ഈ കവർ വിട്ടുകൊണ്ട് ഞാൻ അവരുടെ ഓഫീസിലേക്ക് കയറി ചെന്നാലേ വളരെ നന്നായിരിക്കും. പ്രവേട്ടം വരുന്നുണ്ട്. എവിടെ? പിൻവശത്തോടെ വരുന്നേ. മുൻവശത്തൂടെ വരാൻ ധൈര്യം കാണില്ലല്ലോ. നീ ഒന്നും മിണ്ടാതിരുന്നില്ലെങ്കിലുണ്ടല്ലോ. മോള് പോയി പ്ലേറ്റ് എടുത്തോണ്ട് വാ. എവിടെയായിരുന്നടാ പ്രഭേ നീ? ഞാൻ വന്നിട്ട് ദിവസം എത്രയായി? കയറി വാ, ഒന്ന് ഊണ് കഴിക്കുക. പ്രഭേ, ഞാൻ പറഞ്ഞില്ല അച്ഛാ, തോറ്റതിന്റെ ചമ്മല് മാറിയിട്ടില്ല. പ്രകാശ, നിന്നോടാ പറഞ്ഞത്. മാനു, നീ എന്ന് വിളിക്കും, വന്ന് ഊണ് കഴിക്കാൻ പറ. ഇവ നാട്ടടക്കി ഇരുന്നാ ഞാൻ വിളിക്കാം. മോനൊന്നും മിണ്ടണ്ട കേട്ടോ. ഇല്ല ഞാൻ ഒന്നും മിണ്ടുന്നില്ല. എടാ, 4 മാസം കഴിഞ്ഞ് കാണുകല്ലേ നീ നിന്റെ അച്ഛനെ. ഒരു വാക്കുപോലും മിണ്ടാൻ വയ്യായിരുന്നല്ലേ? എണീറ്റ് വാ, അച്ഛൻ വിളിക്കുന്നു. മറ്റവൻ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയതിനു ശേഷം ഞാൻ വരാം. മറ്റവനോ? പ്രകാശൻ നിന്റെ അനുജനാ. അനുജൻ? അവനെന്റെ പ്രതിയോഗിയാണമ്മേ. പ്രവേ, നിന്നോടാ പറഞ്ഞത്. വയസ്സുകാലത്ത് അച്ഛനെ നിങ്ങൾ വിഷമിപ്പിക്കരുത്. ഞാൻ വരാം, പക്ഷെ അവനെന്നോട് അക്ഷരം മിണ്ടാൻ പാടില്ല. തെരഞ്ഞെടുപ്പിനെ പറ്റിയോ എന്റെ മീശയുടെ കാര്യോ അങ്ങനെ വല്ലതും പറഞ്ഞാൽ എനിക്ക് സമനില തെറ്റും. നിന്നോട് മിണ്ടാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എണീറ്റ് വാ. അവൻ എന്നെ നോക്കി ചിരിക്കാനും പാടില്ല. നടക്കടാ അങ്ങോട്ട്. എന്തോ നാടാ ഇത് നിങ്ങൾ തമ്മിൽ? ഇരുന്ന് ഊണ് കഴിക്കുക. അച്ഛൻ എപ്പോ വന്നു? ഓ മഹാഭാഗ്യം, ഇപ്പോഴെങ്കിലും ഇതിന്റെ ശബ്ദം ഒന്ന് കേട്ടല്ലോ. അവൻ ഇച്ചിരി മീൻകുളം പോട്. അമ്മേ, ചോറ് ഇത്തിരി കൂടുതൽ വിളമ്പിക്കോ. മൂപ്പർക്ക് നല്ല ക്ഷീണം കാണും. അമ്മേ,
നീ കഴിച്ചു കഴിഞ്ഞില്ലേ? എണീറ്റേ. മോനെ, ഒരു തേർതലാകുമ്പോ എന്താന്ന് പറയാ, ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോ ഒരു പാർട്ടി ജയിക്കും, ഒരു പാർട്ടി തോക്കും. എന്നാൽ ഇങ്ങനെ ഉണ്ടാവും ഒരു തോൽവി. എനിക്ക് ചോറ് വേണ്ട, അവിടെ ഇരിക്കടാ. ഇരിക്കും മോനെ. പ്രകാശ. ഇല്ലച്ചാ, ഞാനൊന്നും മിണ്ടുന്നില്ലേ. ആരും അത്ര നകളിക്കൊന്നും വേണ്ട. IMF-കാർ നമ്മളെയൊക്കെ ഇപ്പൊ അറസ്റ്റ് ചെയ്യാൻ വരും. എന്തിന്? ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് നമ്മുടെയൊക്കെ തലയെണ്ണി കടം വാങ്ങിച്ചിരിക്കല്ലേ അച്ഛാ. അച്ഛാ, ഇവിടെ ആരും ആരെയും അറസ്റ്റ് ചെയ്യാനൊന്നും പോകുന്നില്ല. IMF-കാർക്ക് ഞങ്ങൾ കൃത്യമായിട്ട് പലിശ കൊടുക്കുന്നുണ്ടല്ലോ. അതിന് ടൺ കണക്കിന് സ്വർണം വിദേശത്ത് കൊണ്ടുപോയി പണയം വെച്ചില്ലേ? അതില് ഭരണഘടനാ വിരുദ്ധമായിട്ട് ഒന്നുമില്ലല്ലോ. ഇത്ര സ്വർണം വിദേശത്ത് നിക്ഷേപിക്കാമെന്ന് വ്യവസ്ഥയുണ്ട്. വ്യവസ്ഥ ഇങ്ങനെ പോയാൽ നാളെ നമ്മുടെ പാവപ്പെട്ട സഹോദരിമാർക്ക് കല്യാണം കഴിക്കാനും കഴുത്തിലണിയാനും ആഭരണങ്ങൾക്ക് വിദേശത്ത് പോകേണ്ടി വരുമല്ലോ. അച്ഛാ, അങ്ങനെ നിർബന്ധമുള്ളവർ പോയി മേടിക്കട്ടെ. പിന്നെ രൂപയുടെ മൂല്യം കുറച്ചത് കാരണം ഇവിടെ സാധാരണക്കാരായ ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ്. അതറിയോ അച്ഛന്? ഞാൻ കേട്ടു. അച്ഛാ, മൂല്യം കുറച്ചത് നല്ലതിന്. അതിനനുസരിച്ച് ഇവിടെ ഡോളർ കുന്നുകൂടും, വ്യവസായശാലകൾ ഉയരും. 5 വർഷം കൊണ്ട് നമ്മുടെ രാജ്യം ഒരു ഹരിത സ്വർഗ ഭൂമിയാവും. 6 മാസം കൊണ്ട് ഈ ഗവൺമെന്റ് മൂക്കും കുത്തി താഴെ വീഴും. വായും പൊളിച്ചിരുന്നാ മതി. അങ്ങാടി തോറ്റന് അമ്മയുടെ അടുത്ത് കുതിര കയറുന്നതിന്. പ്രകാശ, അമ്മയൊന്നും ഉണ്ടായിരുന്നേ. ഞങ്ങൾ ജയിച്ചതേ ജനങ്ങൾക്ക് ഞങ്ങളെ വേണമെന്നുള്ളതുകൊണ്ടാ. പിന്നെ വലിയ ആനക്കാര്യങ്ങളാണല്ലോ നിങ്ങൾ ചെയ്തു കൂട്ടിയത്. നിക്കാരഗ്വയിലെ ഒട്ടേകയെ പുറത്താക്കി കുത്തക മുതലാളിമാരായ അമേരിക്ക ഒരു പാവ ഗവൺമെന്റിനെ സൃഷ്ടിച്ചു. റുമേനിയയിലും മറ്റൊന്നല്ല സംഭവിച്ചത്. ജർമ്മനിയെ നിങ്ങൾ തകർത്തു. പക്ഷെ വിയറ്റ്നാമിലെയും കംബോഡിയയിലെയും വടക്കൻ കൊറിയയിലെയും ജനങ്ങൾ ഞങ്ങളുടെ ആവേശമാണെന്ന് നീ മനസ്സിലാക്കി. ഇവിടുത്തെ കാര്യം പറയുമ്പോ എന്തിനാ അന്താരാഷ്ട്രത്തിലേക്ക് ഓടുന്നത്? മനുഷ്യന്റെ കഥ എല്ലായിടത്തും ഒന്നാണടാ. ഇന്റർനാഷണൽ പൊളിറ്റിക്സിനെ പറ്റി ഒന്നും അറിയില്ലെങ്കിൽ ചിലക്കാതെ ഒരിടത്തിരുന്നോ? അറിയില്ലെന്നോ? ചോദിക്ക്, ഞാൻ പറയാം. ഹംഗറിയിൽ എന്ത് സംഭവിച്ചു? മൂരാച്ചി എന്ന് മുദ്ര കുത്തപ്പെട്ട് 40 കൊല്ലം കുറ്റവാളിയായി ശവപ്പെട്ടി കിടന്ന നേതാവിനെ സത്യം മനസ്സിലാക്കിയ ജനങ്ങൾ പുറത്തെടുത്തുകൊണ്ട് ആദരിച്ചില്ലേ മനുഷ്യ? ഇനിയും ചോദിക്ക്, പറയാം. പോളണ്ടിൽ എന്ത് സംഭവിച്ചു? പോളണ്ടിനെ പറ്റി നീ ഒരു അക്ഷരം മിണ്ടരുത്, എനിക്കത് ഇഷ്ടമല്ല. സോളിഡാരിറ്റിയും ലാവലേസും കൂടി കുതിച്ചു കയറി അടിയറവ് പറയിപ്പിച്ചില്ലേ? പോളണ്ടിനെ പറ്റി ഇനി നീ മിണ്ടിപ്പോയി ഞാൻ സഹിക്കില്ല. പോളണ്ട് എന്താ ഇയാളുടെ തറവാട് സ്വത്തോ? പോളണ്ട് എന്ന് ഉച്ചരിച്ചാലുണ്ടല്ലോ. ഉച്ചരിച്ചെന്തി? ഉച്ചരിച്ച് നോക്കാം. അച്ഛാ, നീ പോ. പോളണ്ട് ഊണ് കഴിക്ക. വേണ്ട, ശരിയാവില്ല.